സി എം എ ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ്റെ പാസ്റ്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഒരു സീരീസാണ് ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ജൂൺ 2025 ടാക്സേഷൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സ്, സോ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ സി എം എ ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷനിലെ ടാക്സേഷൻ പേപ്പർ കമ്പാരിറ്റീവ്ലി അതിന് മുന്നത്തെ എക്സാമിനേഷനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ബിറ്റ് ഈസിയർ ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ക്ലാസ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള മാർക്ക് ട്രിപ്പിൾ ഐയിൽ നിന്നുള്ള സ്റ്റുഡൻസിന് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പലരുടെയും ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ വിജയത്തിന് എല്ലാ സമയത്തും ഒരു വിലങ്ങ് തടി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഹിൻഡ്രൻസ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ടാക്സേഷൻ പേപ്പറാണ്. ടാക്സ് കമ്പാരിറ്റീവ്ലി കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ പരീക്ഷ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, പരീക്ഷ ഭാഗ്യത്തിന് നല്ല അത്യാവശ്യം ഒരു ആവറേജിലും താഴെ ലെവലുള്ള ഒരു പേപ്പറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക്, പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. സോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ സജസ്റ്റഡ് ആൻസർ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അതുപോലെ ഇത്തവണ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർക്കും ഇതൊരു റിവിഷൻ പോലെ ഈ ഒരു വീഡിയോ എടുക്കാവുന്നതാണ്. സോ എക്സാമിനേഷൻ ആസ് യു ഓൾ നോ, നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സേഷനാണ് പേപ്പറിൻ്റെ പേര്. അപ്പോൾ 100 മാർക്കിനാണ് എക്സാമിനേഷൻ വരിക. 3 മണിക്കൂറാണ് എക്സാമിൻ്റെ ടൈം നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ 100 മാർക്കിൽ 50 മാർക്ക് ഡയറക്റ്റ് ടാക്സിൽ നിന്നും 50 മാർക്ക് ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നുമാണ്. ഡയറക്റ്റ് ടാക്സിൽ നമുക്ക് ഇൻകം ടാക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഇൻഡയറക്റ്റ് ടാക്സിൽ നമുക്ക് GST, അതിൽ നിന്ന് CGST, IGST നിയമങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. അതുപോലെ തന്നെ കസ്റ്റംസ് നിയമത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. സോ ഇതിലെ DT നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ IDT കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, IDT നല്ല രീതിയിൽ പഠിച്ചാൽ IDTക്ക് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ നല്ല വിജയത്തിലേക്ക് നയിക്കും. ഇത്തവണത്തെ റിസൾട്ട് സൂചിപ്പിച്ചതും അത് തന്നെയായിരുന്നു. IDT നല്ല രീതിയിൽ കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു. IDT കുറച്ചുകൂടി തിയറി വെർഷനൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം അവർക്ക് എക്സാമിന് കിട്ടിയിട്ടുണ്ട്. IDT നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 50ൽ ഒരു 35 മാർക്ക് മിനിമം സ്കോർ ചെയ്യാൻ പറ്റും. അതോടുകൂടി തന്നെ നമ്മൾ ഏതാണ്ട് പാസ്സായി. പിന്നെ DTയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ പോയിരുന്നാലും നമുക്കൊരു 20-25 മാർക്ക് നമുക്ക് നേടാൻ പറ്റും. അപ്പോൾ ഒരു 55 to 60 മാർക്ക് നേടുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല, നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിച്ചാൽ. മോർ ദാൻ 80 മാർക്ക് സ്കോർ ചെയ്ത കുട്ടികൾ വരെ ഉണ്ട്. അപ്പോൾ അത് ഒരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. യെസ്, സോ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് 30 മാർക്കിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. 15 ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതം. ബാക്കി 70 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. പിന്നെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വെച്ചായിരിക്കും വരുന്നത്. 10 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. So let's start. Choose the correct option from the 4 alternatives given. നോക്കാം. ഒന്നാമത് ഇൻകം ടാക്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. TDSൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കൂ. ഫോർ അസസ്മെൻറ്റ് ഇയർ 25-26 ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്, ലയബിലിറ്റി ടു ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ് TDS 193. സോ 193 എന്ന് പറയുന്നത് TDS ഓൺ ഇൻട്രസ്റ്റ് ഫ്രം സെക്യൂരിറ്റീസ്. യെസ്, ഇൻ കേസ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എറൈസ്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, സെക്യൂരിറ്റീസിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ട സമയം എപ്പോഴാണ്? ഒന്നുകിൽ നമ്മളത് കൊടുക്കുന്ന സമയം, അല്ലെങ്കിൽ അത് കൊടുക്കാൻ എമൗണ്ട് ഡ്യൂ ആകുന്ന സമയം, വിച്ച് എവർ ഈസ് എർലിയർ, അതാണ് നമ്മൾ എടുക്കുക. സോ ഇവിടെ അക്രൂവൽ ഓഫ് ഇൻട്രസ്റ്റ്, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതുപോലെ ക്രെഡിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ദി അക്കൗണ്ട് ഓഫ് ദി പേയി ഓർ ഇൻട്രസ്റ്റ് പേയബിൾ അക്കൗണ്ട് ഓർ പേയ്മെൻറ്റ് ദെയർ ഓഫ് വിച്ച് എവർ ഈസ് എർലിയർ. സോ അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. സോ TDS ചാപ്റ്ററിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് പരമാവധി നമുക്കൊരു 5 മാർക്കിനൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ കൂടിയാണ്. ഇൻ കേസ് നിങ്ങൾക്കത് കവർ ചെയ്യാൻ പറ്റിയാൽ നല്ലത്. കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ അതിനൊരു 5 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. പഠിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ 5 മാർക്ക്, നിങ്ങൾ 5 മാർക്കിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതിന് പകരം ഷോർട്ട് നോട്ടൊക്കെ ആയിട്ടൊക്കെ പഠിച്ചാൽ, നോക്കിയിട്ട് പോയാൽ ഇതുപോലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. യെസ്.
2. For assessment year 2025-26, deduction under section 80 JJAA. Deduction under section 80 JJAA. ഈ ഡിഡക്ഷൻ പറയുന്നത് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ പുതുതായി നമ്മൾ ജോലിക്ക് എംപ്ലോയീസിനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ശമ്പളം 3 വർഷക്കാലം നമുക്ക് ആ കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ 30% ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാമെന്ന് പറയുന്ന സെക്ഷനാണ് 80 JJAA. ഇതിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഓൾഡ് ടാക്സ് റെജിം ചൂസ് ചെയ്താലും ന്യൂ ടാക്സ് റെജിം ചൂസ് ചെയ്താലും യു ക്യാൻ ക്ലെയിം ദിസ് ഡിഡക്ഷൻ. ഇൻ റെസ്പെക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ന്യൂ വർക്കേഴ്സ് ഷാൽ ബി അലൗഡ്. ഈ ഡിഡക്ഷൻ ആർക്കാണ് കിട്ടുക എന്നുള്ളത്, ഈ ഡിഡക്ഷൻ കിട്ടുന്നത് 44AB പ്രകാരം ടാക്സ് ഓഡിറ്റിന് വിധേയമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഡിഡക്ഷൻ കിട്ടത്തുള്ളൂ. അത് ആരായിരുന്നാലും, കമ്പനി ആയാലും ഇൻഡിവിജ്വൽ ആയാലും ആർക്കായിരുന്നാലും they will get this deduction. So the answer, any assessee to whom section 44AB applies. Yes. So ആദ്യത്തെ ഓപ്ഷൻ തന്നെ കറക്റ്റ് ആൻസർ ആണ്. അടുത്ത PRT Limited, a domestic Indian company, brought back its 10,000 shares. അത് ഇത്തവണ നമുക്ക് വന്നിരിക്കുന്ന ഒരു അമെൻമെൻ്റ് ആണ് 222F എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പുതിയ അമെൻമെൻറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഫൈനാൻസ് ആക്ടിനകത്ത്. ബൈബാക്ക് നടത്തുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ലാഭം മുഴുവൻ നമ്മൾ ഡിവിഡൻ്റായിട്ട് കണക്കാക്കണം, ഡീംഡ് ഡിവിഡൻ്റായിട്ട് കണക്കാക്കണം എന്നായിരുന്നു ആ ഒരു അമെൻമെൻറ്റ്. സോ ആ അമെൻമെൻറ്റിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. ബോട്ട് ബാക്ക് ഇറ്റ്സ് 10,000 ഷെയർസ് ഫ്രം 10 ഷെയർ ഹോൾഡേഴ്സ് ഓൺ 15th November 2024. The original issue price was 110 per share and the buyback price is 300 per share. 110 രൂപയ്ക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് 300 രൂപയ്ക്ക് അവർ എന്ത് ചെയ്തു, ബൈബാക്ക് ചെയ്തു. അപ്പോൾ ഓരോ ഷെയർ ഹോൾഡർക്ക് 190 രൂപ വെച്ച് ലാഭം വന്നിട്ടുണ്ട്. ആ ലാഭത്തെ ഡിവിഡൻ്റായി കണക്കാക്കണം എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ ടാക്സ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദിസ് ട്രാൻസാക്ഷൻ അണ്ടർ ഇൻകം ടാക്സ് ആക്ട്? PRT need to pay additional income tax on such buyback. ഇതൊക്കെ പണ്ട്. It will be treated as capital gains in the hands of shareholder. അല്ല, it will be treated as എന്താണ്, deemed dividend and taxable under income from other sources in the hands of the shareholder. Yes, ഷെയർഹോൾഡറുടെ കയ്യിൽ യെസ് വിൽ ബി ട്രീറ്റഡ് ആസ് ഡീംഡ് ഡിവിഡൻഡ് എന്നുള്ളതാണ്. അപ്പോൾ ആ കിട്ടിയ തുക മുഴുവൻ നമുക്ക് എന്തായിട്ട് കണക്കാക്കും? നമുക്ക് 300 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട്, ആ കിട്ടിയ തുക മുഴുവൻ നമുക്ക് ഡീംഡ് ഡിവിഡൻ്റ് ആയിട്ടാണ് കണക്കാക്കുക. പിന്നെ ഈ ഷെയറിന് വേണ്ടി ഇവർ മുടക്കിയ തുക ഉണ്ടല്ലോ, ഈ ഷെയർ വാങ്ങാൻ വേണ്ടി ഇവർ മുടക്കിയ തുക 110 രൂപ, അത് അവർക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് കണക്കാക്കാം ഷെയറിൻ്റെ. പക്ഷേ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ 110 രൂപയും ഇവർക്ക് ക്യാപിറ്റൽ ലോസ് ആയിട്ട് മാറുകയും അത് ഇവർക്ക് പിന്നീട് വരുന്ന ക്യാപിറ്റൽ ഗെയിനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയും ആവാം. അതാണ് പോയിന്റ്. അപ്പോൾ ഈ കിട്ടിയ തുക മുഴുവൻ ഇവർക്ക് എന്തായിട്ട് കണക്കാക്കേണ്ടി വരും? യെസ്, ഡിവിഡൻ്റ് ആയിട്ട് കണക്കാക്കേണ്ടി വരും. Then it will be treated as dividend and PRT Limited need to pay dividend distribution tax on the same. That Nakul won 6,000 as lottery prize on 12/4/2024. What is the amount of TDS on such a winning under Income Tax Act 1961? 194B ക്കകത്ത് വരുന്നൊരു കാര്യമാണ്. ലോട്ടറി പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 30% ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. പക്ഷേ അവിടെ ഒരു മോണിറ്ററി ലിമിറ്റ് പറയുന്നുണ്ട് 10,000 റുപ്പീസ് അതിന് മേളിൽ പോയാൽ മാത്രമേ ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഇപ്പോൾ ഇവിടെ 6,000 രൂപയാണ് ലോട്ടറി പ്രൈസ് അടിച്ചിരിക്കുന്നത്. സോ ടാക്സ് ഡിഡക്റ്റ് ചെയ്യണമോ എന്ന് ചോദിച്ചാൽ നോ ടാക്സ് ടു ബി ഡിഡക്റ്റഡ്. സോ ആൻസർ ഈസ് നിൽ. പക്ഷേ അതേസമയം നകുലിന് ടാക്സ് ലൈബിലിറ്റി വരുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നകുലിന് ടാക്സ് ലൈബിലിറ്റി വരും. ടാക്സ് ലൈബിലിറ്റി വിൽ ബി 30% ഓഫ് 6,000 എന്ന് പറയുമ്പോഴത്തേക്കും 1,800 രൂപ നകുൽ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് നകുൽ അടയ്ക്കേണ്ടി വരും. പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% കൂടി കൊടുക്കേണ്ടി വരും. 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൂടി കൊടുക്കേണ്ടി വരും. അത് അറൗണ്ട് 72 രൂപ വരും. സോ 1,872 നകുലിൻ്റെ ടാക്സ് ലൈബിലിറ്റി ആയിട്ട് വരിക. പക്ഷേ TDS ഇതിനകത്ത് വരുന്നില്ല. TDS നിൽ, ബിക്കോസ് ലെസ് ദാൻ 10,000 ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, സോ fifth question. From whom the following will be who from the following will be considered as a specified employee of ABC Private Limited as defined under 1723? 1723 എന്ന് പറഞ്ഞാൽ പെർക്യൂസിറ്റ്സ് ആണ്. ചില പെർക്യൂസിറ്റ്സ് സ്പെസിഫൈഡ് എംപ്ലോയീസിൻ്റെ കയ്യിൽ മാത്രമേ ടാക്സബിൾ ആവത്തുള്ളൂ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരൊക്കെയാണ് സ്പെസിഫൈഡ് എംപ്ലോയി? Mr. D, a part-time director of employee but resigned on 2/5/2024. Mr. E hold 15% of its equity shares and his wife holds 6% of the equity shares. Mr. F joined it on 1/2/2025 and his taxable monetary salary for the year private limited is 50,000 per month. None of the above. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആരെയാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ
സ്പെസിഫൈഡ് എംപ്ലോയി ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ആരെയാണ് സ്പെസിഫൈഡ് എംപ്ലോയി ആയിട്ട് കണക്കാക്കുക? അപ്പോൾ ഒരാൾ ഒരു കമ്പനിയിലെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് സ്പെസിഫൈഡ് എംപ്ലോയി ആയിട്ട് കണക്കാക്കാം എന്നാണ്. 2, ഒരു വ്യക്തിക്ക് ഒരു സ്ഥാപനത്തിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അയാളെ നമുക്ക് സ്പെസിഫൈഡ് എംപ്ലോയി ആയിട്ട് കണക്കാക്കാം. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് 20% വോട്ടിംഗ് പവർ നമ്മുടെ കൈവശം ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമതൊരു കാറ്റഗറി പറയുന്നത് ഒരാളുടെ ഇൻകം ഫ്രം സാലറി 50,000 രൂപയ്ക്ക് മേളിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി 50,000 രൂപയ്ക്ക് മേളിൽ വന്നിട്ടുണ്ടെങ്കിലും അയാളെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? യെസ്, 50,000 രൂപയ്ക്ക് മേളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇയാളെ നമുക്ക് സ്പെസിഫൈഡ് എംപ്ലോയി ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. യെസ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു ഈ കാര്യത്തിലേക്ക് വരാം. ദെൻ ഈ 3 കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരാളെ സ്പെസിഫൈഡ് എംപ്ലോയി ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ മിസ്റ്റർ ഡി ഒരു പാർട്ട് ടൈം ഡയറക്ടർ എംപ്ലോയിയാണ്. അപ്പോൾ അയാൾ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു സ്പെസിഫൈഡ് എംപ്ലോയി തന്നെയാണ്. ഇനി ഒരാൾക്ക് 15% ഇക്വിറ്റി ഷെയർ ആണുള്ളത്, അയാളുടെ വൈഫിന് 6%. അപ്പോൾ ഒരാൾക്ക് 20% സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലാണ് അയാളെന്ന് പറയുമ്പോൾ അയാൾ ഒറ്റയ്ക്ക് 20% ഉണ്ടാവണം. അയാളുടെ ഫാമിലിയുമായിട്ട് ചേർന്നിട്ട് 20%. ഫാമിലിയുമായിട്ട് ചേർന്നാൽ ഇവിടെ 21 ഉണ്ട്, പക്ഷെ അങ്ങനെ പോരാ. ദെൻ മിസ്റ്റർ എഫ് ജോയിൻഡ് ഓൺ 1/2/2025. ടാക്സബിൾ മോണിറ്ററി സാലറി 50,000 ആണ്. അപ്പോൾ ഇവിടെ 24-25 പ്രീവിയസ് ഇയർ 24-25 ഇയാൾ 2 മാസമാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. 2 മാസം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇയാളുടെ സാലറി വന്നിട്ട് 50,000 × 2 ബേസിക് സാലറി വരിക. അപ്പോൾ ഇത് 1 lakh rupees വരുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഡിഡക്ഷൻ ഇയാളിപ്പോൾ ഓൾഡ് ടാക്സ് റെജിം ചൂസ് ചെയ്താൽ പോലും 50,000 രൂപ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അങ്ങനെ വരുമ്പോൾ സാലറി 50,000 വരുന്നുള്ളൂ. സാലറി ഇൻകം 50,000 ഉള്ളൂ എങ്കിൽ സ്പെസിഫൈഡ് എംപ്ലോയി അല്ല. സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിൽ 50,000 rupees എക്സീഡ് ചെയ്യണം. സോ ഈ കേസ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 A ആണ്. കാരണം അറ്റ്ലീസ്റ്റ് അയാൾ റിട്ടയർ ചെയ്തെങ്കിൽ പോലും ഹീസ് എ പാർട്ട് ടൈം ഡയറക്ടർ കൂടി ആയതുകൊണ്ടാണ് അയാൾക്ക് ആ ഒരു കിട്ടുക. For previous year 24-25 standard deduction from the family pension under default new tax regime and old tax regime. Default ഇപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇത് 25,000 ഇത് 15,000 ആണ്. യെസ്, സോ ദ ആൻസർ ഈസ് ഡി. ഡീഫോൾട്ട് ടാക്സ് റെജിമിൽ 25,000 രൂപയും ന്യൂ ടാക്സ് റെജിമിൽ ഓൾഡ് ടാക്സ് റെജിമിൽ 15,000 രൂപയുമാണ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. തന്നെ 7ാമത്തെ ചോദ്യം നമുക്ക് GST നിന്നുള്ള ചോദ്യമാണ്. സോ 6 ചോദ്യമാണ് നമുക്ക് ഇൻകം ടാക്സിൽ നിന്നുണ്ടായിരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സപ്ലൈ? താഴെ പറയുന്നതിൽ ഏതാണ് സപ്ലൈ അല്ലാത്തത്? ഇമ്പോർട്ടേഷൻ ഓഫ് അക്കൗണ്ടിംഗ് സർവീസ് ഫോർ ബിസിനസ് പർപ്പസ് ഫ്രീ ഓഫ് കോസ്റ്റ് ഫ്രം എ ഡിപ്പെൻഡൻറ്റ് ഫാദർ റിസൈഡിങ് ഇൻ USA. സോ ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ് വിത്തൗട്ട് കൺസിഡറേഷൻ ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ. സോ സെക്ഷൻ 7(1)(c) പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ 1 4th പോയിൻ്റായിട്ട് നമുക്കിതിനെ പരിഗണിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് സപ്ലൈ ആണ്. സോ ഇറ്റ്സ് സപ്ലൈ. നെക്സ്റ്റ്, എ മെഷീനറി ഡിസ്പോസ്ഡ് ഓഫ് ഫ്രീ ഓഫ് കോസ്റ്റ്, ഓക്കെ, ഓൺ വിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഹാസ് ബീൻ അവെയിൽഡ്. അഗെയിൻ സെക്ഷൻ 7(1)(c) ഷെഡ്യൂൾ 1 ഫസ്റ്റ് പോയിൻ്റാണ്. സോ ഇറ്റ്സ് സപ്ലൈ. Then goods supplied free of cost by X and Sons to its agent for further supply of customer at 5,000 for which invoice will be issued by agent in his own name. Again section 7(1)(c) ഷെഡ്യൂൾ 1 മൂന്നാമത്തെ പോയിൻ്റാണ്. സോ ഇറ്റ്സ് സപ്ലൈ. Then an expensive watch worth rupees 50,000 gifted to an employee. No other gift provided to such employee during an entire financial year. So ഇത് എക്സെപ്ഷണൽ കേസാണ്. സെക്ഷൻ 7(1)(c) ഷെഡ്യൂൾ 1 വരുന്ന 2ാമത്തെ പോയിൻറ്റിൻ്റെ എക്സെപ്ഷനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ
എംപ്ലോയിക്ക് ഒരു വർഷം 50,000 രൂപ വരെയുള്ള ഗിഫ്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ അതിനെ സപ്ലൈ ആയി കണക്കാക്കേണ്ട ആവശ്യം ഇല്ല. സോ ഇറ്റ്സ് നോട്ട് എ സപ്ലൈ. Then as per GST law, if the goods are received in installment, സിമ്പിൾ ചോദ്യമാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് എപ്പോഴാണ് അവൈൽ ചെയ്യാൻ പറ്റുക? അവസാന ലോട്ടും കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. 9. As per provisions of GST law, what will be place of supply when food is taken on board at Mumbai for an aircraft departing from Pune to Chennai via Mumbai and Kolkata? അതാണ് ചോദ്യം. അപ്പോൾ ഫുഡ് നമ്മൾ എന്ത് ചെയ്യാണ്? ഫുഡ് സപ്ലൈഡ് ഓൺ ബോർഡ്, ഗുഡ്സ് സപ്ലൈഡ് ഓൺ ബോർഡ് എ കൺവെയൻസ്. അങ്ങനെ നമ്മൾ ഓൺ ബോർഡ് കൺവെയൻസ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുന്നത് സെക്ഷൻ 10 സബ്സെക്ഷൻ 1 ക്ലോസ് ഡി സി ഓഫ് IGST ആക്ട്. അപ്പോൾ എവിടെ നിന്നാണോ ഇതിലേക്ക് കയറ്റിയത് അതാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുക. എവിടെ നിന്നാണോ ഇത് വാഹനത്തിലേക്ക് കയറ്റിയത്, യെസ്. ഇപ്പോൾ ഇതെവിടെ നിന്നാണ് കയറ്റിയത്? മുംബൈ. സോ അങ്ങനെ വരുമ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ ഇതാണ് എടുക്കുക, മുംബൈ. Then Messrs. X Limited, an Indian importer, imported certain goods from China in a set of multiple articles. അപ്പോൾ ഒരു സെറ്റായിട്ടാണ് നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ സെറ്റിനകത്ത് പല ടൈപ്പിലുള്ള പ്രോഡക്റ്റുകളുണ്ട്. അതിനകത്ത് പ്രോഡക്റ്റ് G ഉണ്ട്, H ഉണ്ട്, I ഉണ്ട്. ജിയുടെ കസ്റ്റംസ് ഡ്യൂട്ടി റേറ്റ് 5%, എച്ചിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി റേറ്റ് 8%, കസ്റ്റംസ് ഡ്യൂട്ടി വേറെ പ്രോഡക്റ്റ് I ഈസ് 20%. ഹൗ വിൽ ദ സെറ്റ്? ഈ സെറ്റിന് ഒറ്റ സെറ്റാണ്, പക്ഷേ ഈ സെറ്റിനകത്ത് പല ടൈപ്പിലുള്ള പ്രോഡക്റ്റ് ഉണ്ട്. ഓരോ പ്രോഡക്റ്റിനും പല പല റേറ്റാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് റേറ്റാണ്? ഇത് പരസ്പരം കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഹയസ്റ്റ് റേറ്റാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുക. അറ്റ് ദ റേറ്റ് 20% ബീങ് ദി ഹയസ്റ്റ് റേറ്റ്. യെസ്. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഈസ് റിക്വയർഡ് ടു ഫർണിഷ് എ റിട്ടേൺ അണ്ടർ സെക്ഷൻ 39(1). 39(1) എന്ന് പറയുമ്പോഴത്തേക്കും GSTR 3B of the CGST Act 2017 and whose registration has been cancelled shall furnish a final return. So final return GSTR 10 എത്ര നാൾക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യണം? നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസലായി ഉത്തരവായ ദിവസം അല്ലെങ്കിൽ ക്യാൻസലേഷൻ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് കഴിഞ്ഞ് 3 മാസം whichever is later. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആൻസർ ഈസ് 3 months from the date of cancellation or date of order of cancellation, whichever is later. Then if a composition dealer wants to withdraw voluntarily from composition scheme, he shall file form CMB 04. CMB 04 ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. Mr. Tushar, an air travel agent who wants to discharge his tax liability at a special rate under Rule 32(3). ബേസിക് ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ബേസിക് ഫെയറിൻ്റെ 5%, ഇൻ്റർനാഷണൽ ആണെന്നുണ്ടെങ്കിൽ ബേസിക് ഫെയറിൻ്റെ 10% ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ദ ആൻസർ ഈസ് C. 14. The last date for declaring the details of credit note issued on 27/3/2025 for a supply made on 12/12/2024. ഇത് ഫൈനാൻഷ്യലി സപ്ലൈ നടന്നിരിക്കുന്നത് ഫൈനാൻഷ്യൽ ഇയർ 2024-25 ആണ്. അപ്പോൾ ഒന്നുകിൽ ഈ 24-25 ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റിന് മുന്നേ, അല്ല എന്നുണ്ടെങ്കിൽ ഏതാണ് 30th November whichever is earlier. അപ്പോൾ ഇത് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 31/12/2025 ആണ്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ 30/4/2000 being the actual date of filing the return of fund for which credit note has been issued. Then 11/4/2000 being the due date of filing the return of month in which such credit note has been issued. ഇത് രണ്ടും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പരിഗണിക്കേണ്ടത് എയും ഡിയും ആണ്. അതിൽ whichever is earlier ആണ് എടുക്കുക. earlier അപ്പോൾ വരുന്നത് ഏതാണ്? യെസ്, 30/11/2025. Then 15, as per customs valuation rules, term similar goods. നമ്മൾ സിമിലർ ഗുഡ്സ് നോക്കാറുണ്ട് കസ്റ്റംസ് വാല്യുവേഷൻ റൂളിനകത്ത്. നമുക്ക് റൂൾ 5 നമ്മൾ എടുക്കും. അപ്പോൾ സിമിലർ ഗുഡ്സിൻ്റെ വാല്യൂ, ഐഡൻറ്റിക്കൽ ഗുഡ്സ് ട്രാൻസാക്ഷൻ വാല്യൂ നിങ്ങൾക്കില്ല, ഐഡൻറ്റിക്കൽ ഗുഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമിലർ ഗുഡ്സിൻ്റെ വാല്യൂ എടുക്കും. സോ എന്താണ് സിമിലർ ഗുഡ്സ്? എല്ലാ തരത്തിലും ഒരു ഗുഡ്സുമായി സിമിലാരിറ്റി ഉള്ള ഗുഡ്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നായിരിക്കും. ആ മെയിൻ ഗുഡ്സ് വന്ന സ്ഥലത്ത് നിന്ന് തന്നെ ആയിരിക്കും അത് വന്നിട്ടുണ്ടാവുക. അതിൻ്റെ അതേ മാനുഫാക്ചർ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക.
So which although not alike in all respect have like characteristics and like component material which enable them to perform the same function, which were produced by same person who produced the goods being valued, which were produced in the country in which the goods being valued were produced, all of the above. So the answer is ഇതെല്ലാം ഒത്തു വരുന്നത് കൊണ്ട് all of the above. So അത്യാവശ്യം എളുപ്പമുള്ളതാണ്, അത്ര ഭയങ്കര ഈസി എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അത്യാവശ്യം നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 1, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. യെസ്. സോ നമുക്കിനി സെക്ഷൻ ബിയിലേക്ക് പോകാം. നമുക്ക് 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. 6 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും, 6 7 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 7 മാർക്ക് വീതമായിരിക്കും മാർക്ക് അലക്ട് ചെയ്തിട്ടുണ്ടാവുക. നോക്കാം. മിസ് മീന, എ ബ്രിട്ടീഷ് സിറ്റിസൺ, അപ്പോൾ ഇന്ത്യക്കാരിയൊന്നുമല്ല, പക്ഷേ ഇന്ത്യൻ ഒറിജിനാണ്. ദെൻ കെയിം ടു ഇന്ത്യ ഓൺ 1/10/2024, 1/10/2024 ഇന്ത്യയിലേക്ക് വന്നു. ആൻഡ് ലെഫ്റ്റ് ഇന്ത്യ ഓൺ 31/3/2025. നമുക്കറിയാം വന്ന ദിവസവും പോയ ദിവസം രണ്ടും ഇന്ത്യയിലുള്ളതായിട്ട് വേണം എന്ത് ചെയ്യാൻ, പരിഗണിക്കാൻ. യെസ്. സോ ഒക്ടോബറിൽ നമുക്ക് വെറുതെ കൂട്ടി നോക്കാം. ഒക്ടോബറിൽ അപ്പോൾ എത്ര ദിവസമുണ്ട്, 31 ദിവസം. നവംബറിൽ എത്ര ദിവസമുണ്ട്, 30 ദിവസം. ഡിസംബറിൽ എത്ര ദിവസമുണ്ട്, 31 ദിവസം. ജാനുവരിയിൽ എത്ര ദിവസമുണ്ട്, 31 ദിവസം. ഫെബ്രുവരിയിൽ എത്ര ദിവസമുണ്ട്, ഇത് 24-25 സോ 28 ദിവസം. മാർച്ചിൽ എത്ര ദിവസമുണ്ട്, 31 ദിവസം. 1 2 3 4 5 6 ആറാകുമ്പോഴത്തേക്ക് 180. 1 2 3 4 184 -2 182 ദിവസം. സോ 182 ഡേയ്സ് ഉണ്ടെങ്കിൽ അയാളെ എന്തായിട്ട് കണക്കാക്കാം, ബ്രിട്ടീഷ് സിറ്റിസൺ ആണ്. 182 ദിവസം ഇന്ത്യയിലുണ്ടെങ്കിൽ ഷീസ് എ റെസിഡൻറ്റ്. അടുത്ത ചോദ്യം, വെദർ ഷീസ് എൻ ഓർഡിനറി റെസിഡൻറ്റ് ഓർ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് അറിയണമല്ലോ. ഷീ വാസ് ഓൾസോ ഇൻ ഇന്ത്യ ഫ്രം 3/9/2019 to 15/2/2023. അപ്പോൾ ഓർഡിനറി റെസിഡൻ്റ് ആവണമെങ്കിൽ കഴിഞ്ഞ 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം. കഴിഞ്ഞ 10 വർഷത്തിൽ 2 വർഷം റെസിഡൻ്റ് ആയിരിക്കണം. ഓക്കെ. സോ ഇതിപ്പോൾ വർഷം ഏതാണ്, 2024-25 2020. ഇതിപ്പോൾ 2024-25 ആണ്. ഇപ്പോൾ ഓർഡിനറി റെസിഡൻ്റ് ആണോ ഇല്ലയോ എന്നുള്ള അറിയില്ല. അപ്പോൾ 2023-24 എത്ര നാളുണ്ടെന്ന് നോക്കുക. 23-24 15/2/2023 വരെയായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നു. സോ 23-24 ഷീ വാസ് നോട്ട് ദെയർ ഇൻ ഇന്ത്യ. യെസ്. ദെൻ 2022-23 എത്ര നാളുണ്ടായിരുന്നു നോക്കാം. 15/2/2023 വരെ ഇന്ത്യയിലുണ്ടായിരുന്നു. 2023 വരെ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം നമ്പർ ഓഫ് ഡേയ്സ് നോക്കുമ്പോഴത്തേക്കും 15/2/2023. അപ്പോൾ 2023 22-23 തീരാൻ ഇനി എത്ര ദിവസമുണ്ട്, മാർച്ചിൽ 31 ദിവസമുണ്ട്. പിന്നെ 13 ദിവസം, 44 ദിവസം. 365 നിന്ന് 44 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരുന്നുണ്ട്, 321 ദിവസം ഉണ്ടായിരുന്നു. 22-23 21-22 365 ദിവസം. 2020-21 365 ദിവസം. 2019-20 3/9/2019 മുതൽ ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ആയി. കഴിഞ്ഞ 7 വർഷത്തിൽ 730 ഉണ്ടാവണം. ഇതിപ്പോൾ കഴിഞ്ഞ ഈ ഇടയ്ക്കുള്ള 2 വർഷം ചേരുമ്പോൾ തന്നെ 730 വരുന്നുണ്ട്. അത് കൂടുതൽ എന്തായാലും വരുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഷീസ് ആൻ ഓർഡിനറി റെസിഡൻറ്റ്. ദ ആൻസർ ഈസ് മിസ് മീന ഈസ് ആൻ ഓർഡിനറി റെസിഡൻറ്റ്. ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഓർഡിനറി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, income given above are computed after considering eligible deduction. You are required to determine residential status of Miss Meena for assessment year 25-26 with a proper reason and compute her total income which is taxable in India. Ordinary resident ആണെന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ വരുമാനവും എന്ത് തന്നെ ആയിരിക്കും, ടാക്സബിൾ തന്നെ ആയിരിക്കും. സോ സാലറി റിസീവ്ഡ് എന്ത് തന്നെയാണ്, കമ്പ്യൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് ടാക്സബിൾ. Income in the preceding previous year from a property in London received in London remitted to India in the current year, it is not taxable. പാസ്റ്റ് ഇയർ ഇൻകം നമ്മൾ ഈ വർഷം സ്വീകരിച്ചു എന്ന് കരുതിയിട്ട് ഇൻകം ടാക്സബിൾ ആവില്ല. പാസ്റ്റ് ഇയർ അൺടാക്സ്ഡ് ഇൻകം ഇന്ത്യയിലേക്ക് റിസീവ് ചെയ്തെന്ന് കരുതി ടാക്സബിൾ ആവില്ല. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ലണ്ടൻ റിസീവ്ഡ് ഇൻ ഇന്ത്യ ടാക്സബിൾ. ഇൻകം ഫ്രം പ്രൊഫഷൻ ഇൻ നേപ്പാൾ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ വിച്ച് ഈസ് റിസീവ്ഡ് ഇൻ ടാക്സബിൾ. ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഇൻ USA റിസീവ്ഡ് ഇൻ ലണ്ടൻ ടാക്സബിൾ. ഇതെല്ലാം ഫോറിൻ ഇൻകം ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ടാക്സബിൾ ബിക്കോസ് ഷീ ഈസ് ആൻ ഓർഡിനറി റെസിഡൻറ്റ്.
Then income from house property in India received in taxable. Income on a company deposit 1/3 received in India. പക്ഷേ മുഴുവൻ amount in taxable because she is ordinary resident. Yes. ഇപ്പം നോക്കി ഇതെല്ലാം തന്നെ എന്ത് തന്നെയാണ് ടാക്സബിൾ. ഒരു ഐറ്റം മാത്രം ടാക്സബിൾ അല്ല, കാരണം അത് പാസ്റ്റ് ഇൻകം നമുക്ക് ടാക്സബിൾ അല്ല എന്നുള്ളതാണ്. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ പ്രീവിയസ് ഇയർ 22-23 321 ഉണ്ട്, 21-22 365 ഉണ്ട്, 20-21 365 ഉണ്ട്, 23-24 ഞാൻ 19-20 കാൽക്കുലേറ്റ് ചെയ്തില്ല. എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവിടെ എത്തിയപ്പോൾ തന്നെ ഈ രണ്ട് പീരീഡ് കവർ ചെയ്തപ്പോൾ തന്നെ എന്തായിട്ടുണ്ട്, നമ്മുടെ എല്ലാ ക്രൈറ്റീരിയയും എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു എന്നുള്ളതാണ്. 7 മാർക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ. then അടുത്ത് Mr. Padam, a resident individual aged 35 years, employed with Messrs. Nath Limited, an Indian company based in Chennai, as senior finance manager since 1st April 2024. Salary details തന്നിട്ടുണ്ട്. Basic salary 75,000 per month. Okay. So 75,000 into 12 എത്ര വരുന്നുണ്ട്, 9 lakh. Then dearness allowance 15% of basic salary, 50% forms part of the retirement benefit. അപ്പോൾ 15%, അപ്പോൾ 90,000, 1,35,000 ബേസിക്സ് മറ്റേ DA. ഹൗസ് റെൻ്റ് അലവൻസ് 15,000 പെർ മന്ത്, ഹി പേസ് 10,000 പെർ മന്ത്. അപ്പോൾ റെൻറ്റ് HRA വന്നിട്ട് 1,80,000 വരുന്നു. ഗിഫ്റ്റ് ഓഫ് റിസ്റ്റ് വാച്ച് ഓൺ ഹിസ് ബർത്ത്ഡേ വാല്യൂഡ് 3,500. ഇത് എക്സംപ്റ്റ് ആണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5,000 രൂപയ്ക്ക് താഴെയുള്ള ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടാക്സബിൾ ആണ്. ആനുറ്റി 5,000 ആണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ബോണസ് ആണ്. 5,000 into 12 60,000 rupees ഫുള്ളി ടാക്സബിൾ. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് മിസ്റ്റർ പദംസ് ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് സാലറി ഫോർ അസസ്മെന്റ് ഇയർ അസ്യൂമിങ് ഹി opted out of new default tax regime. എന്ന് പറഞ്ഞാൽ he opted old tax regime. opt ചെയ്തിട്ടുണ്ടെങ്കിൽ he is eligible for exemption under HR. ഞാനിപ്പോൾ ഇവിടെ 1,80,000 എഴുതി, കാരണം എനിക്ക് അറിയില്ലായിരുന്നു ഇവൻ ഏത് റെജിമാണ് ഓപ്റ്റ് ചെയ്തിരുന്നതെന്നുള്ളത്. ന്യൂ ടാക്സ് റെജിമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ എക്സംഷൻ ഇല്ല, ഓൾഡ് ടാക്സ് റെജിമാണെന്നുണ്ടെങ്കിൽ എക്സംഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സംഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. എക്സംഷൻ നമുക്കൊന്നിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ നോക്കിയേ, ആക്ച്വൽ HR റിസീവ്ഡ് 1,80,000. എന്താണ് HRAയുടെ എക്സംഷൻ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഏതായിരുന്നു? 1013A. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എന്തൊക്കെയാണ്? ഒന്നുകിൽ ആക്ച്വലി കിട്ടിയിരിക്കുന്ന HRA എത്രയാണോ അത്. ആക്ച്വലി കിട്ടിയിരിക്കുന്ന HRA നമുക്ക് എത്രയുണ്ട്? 1,80,000 ഉണ്ട്. 2, റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. റെൻറ്റ് പെയ്ഡ് മാസം 10,000 രൂപ വാടക പേ ചെയ്യുന്നു. സോ 10,000 × 12 1,20,000 മൈനസ് 10% ഓഫ് സാലറി ഡ്യൂ ഡ്യൂറിങ് ദ റെലവൻറ്റ് പീരീഡ്. ഈ സാലറി എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക് സാലറി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയുണ്ട്? 9 lakh. മറ്റേത് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി 1,35,000 ആണ് DA. അതിൻ്റെ 50% എന്ന് പറയുമ്പോഴത്തേക്കും 67,500 വരും. സോ 9,67,500. അതിൻ്റെ 10% എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 96,750 ആണ് 10% ഓഫ് സാലറി. സോ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 1,20,000 മൈനസ് 96,750 എത്ര വരുന്നുണ്ട്? 23,250. ആക്ച്വലി കിട്ടിയത് 1,80,000. റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി 23,250. ഇനി ഇയാളിവിടെ വാടകയ്ക്ക് താമസിച്ചിരിക്കുന്ന എവിടെയാണ്? ചെന്നൈ ആകുമ്പോൾ 50% ഓഫ് സാലറി. 9,67,500 50% എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അറൗണ്ട് 4,83,750 വരുന്നുണ്ട്. സോ ഇതിൽ ലീസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ 23,250 ആണ്. സോ ആക്ച്വലി കിട്ടിയത് 1,80,000 മൈനസ് 23,250. സോ ആൻസർ ഈസ് 1,56,750 ആണ് ടാക്സബിൾ HR. വളരെ 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 സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ 7 മാർക്കൊക്കെ കളഞ്ഞവന്മാരെ ചവിട്ടിക്കൂട്ടണം. യെസ്, ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യൻ ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതൊന്നും തന്നെ നമുക്ക് ഇനി ഒരു പരീക്ഷയ്ക്ക് ചോദിക്കണം എന്നൊന്നുമില്ല. കാരണം അത്രമാത്രം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 14 മാർക്ക് നിങ്ങൾക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ കിട്ടാൻ. നിങ്ങൾ ചിലപ്പോൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 5-6 ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകും. സ്വാഭാവികമായിട്ട് സംഭവിക്കും. നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇതുപോലെ ലോട്ടറി അടിച്ചതുപോലെ ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സോ
ടു വാസ് ലക്ക്. നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് ഈ ലക്ക് ഫേവർ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ലക്ക് നമ്മുടെ ഫേവറായിട്ട് വരും. പിന്നെ കെയർലെസ്നെസ് അത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക, മാർക്ക് വല്ലാത്ത രീതിയിൽ നഷ്ടപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. മിസ്റ്റർ സോനു, എ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഏജ്ഡ് 34 years, gives the following information to you relating to his house property. He owns 2 identical house property. അയാൾക്ക് 2 വീടുണ്ട്. ഹൗസ് പ്രോപ്പർട്ടി എ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് 1/4/2023 മുതൽ. മുനിസിപ്പൽ വാല്യൂ 6 ലക്ഷം ഉണ്ട്, ഫെയർ റെന്റ് 3,50,000 ഉണ്ട്, സ്റ്റാൻഡേർഡ് റെന്റ് 8 ലക്ഷം ഉണ്ട്. സോ എക്സ്പെക്റ്റഡ് റെന്റ് എത്ര വരുന്നുണ്ട്? 6 ലക്ഷം. സോ 6 ലക്ഷം 3.5 വിച്ച് വർ ഇസ് ഹയർ, 6 ലക്ഷം 8 ലക്ഷം വിച്ച് വർ ഇസ് ലോവർ. സോ എക്സ്പെക്റ്റഡ് റെന്റ് എത്രയുണ്ട്? 6 ലക്ഷം. ദെൻ അൺറിയലൈസ്ഡ് റെന്റ്, ആക്ച്വൽ റെന്റ് 55,000, അൺറിയലൈസ്ഡ് റെന്റ് എത്രയുണ്ട്? 2 മാസം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ARR വന്നിട്ട് 55,000 × 2 വരും. അപ്പോൾ 10 5,50,000. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ പർച്ചേസ് ഓഫ് ദിസ് പ്രോപ്പർട്ടി 2,50,000. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ വാട്ട് ഈസ് ഗ്രോസ് ആനുവൽ വാല്യൂ? ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ലക്ഷം. മുനിസിപ്പൽ ടാക്സിനെ പറ്റിയൊന്നും പറയുന്നില്ല. 30% ഡിഡക്ഷൻ കുറച്ചിട്ടുണ്ടെങ്കിൽ 1,80,000 കുറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി 4,20,000 വരുന്നുണ്ട്. 4,20,000 നിന്ന് 2,50,000 രൂപ ഇൻട്രസ്റ്റ് കൂടി കുറച്ചാൽ ബാക്കി 1,70,000 ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇനി സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയിലേക്ക് വരാം. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? നിൽ. യെസ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി 2,50,000. നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ മാത്രമേ കുറയ്ക്കാൻ പറ്റൂ. പക്ഷെ അതും ഓൾഡ് ടാക്സ് റെജിം ചൂസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് കാൽക്കുലേറ്റ് ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ചാർജബിൾ ഇൻ ദ ആൻസർ ഓഫ് മിസ്റ്റർ സോനു ഫോർ അസസ്മെന്റ് 25-26 അസ്യൂമിങ് മിസ്റ്റർ സോനു ഓപ്റ്റഡ്, ശ്രദ്ധിക്കുക, സോനു ഓപ്റ്റഡ് ന്യൂ ഡീഫോൾട്ട് ടാക്സ് റെജിം പ്രൊവൈഡ് ഉണ്ട് 150 BS. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഡിഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല? കിട്ടത്തില്ല. യെസ്. സോ അപ്പോൾ ഇവിടെ ഹൗസ് പ്രോപ്പർട്ടി നിൽ, ആൻസർ ഈസ് 1,70,000. ഫൈനൽ ആൻസർ 1,70,000. 1,70,000. കാരണം മനസ്സിലായില്ലേ? അടുത്ത് മിസ്റ്റർ ആയുഷ്, ഏജ്ഡ് 50 years, എ റീറ്റെയിൽ ട്രേഡർ ഓഫ് പാറ്റ്ന, ഫർണിഷ് ഹിസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31 March 2025. അല്ല, എനിക്ക് ഇത് വീണ്ടും പറയാൻ തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 21 മാർക്ക്, നിസ്സാര സമയം കൊണ്ട് നമുക്ക് 21 മാർക്ക് നമുക്ക് അതിൽ നിന്ന് കിട്ടുകയാണ്. അത്രമാത്രം ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ വരുള്ളൂ. ഇത്രയും ഭാഗ്യം കിട്ടിയിട്ടും കളഞ്ഞവന്മാർ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്. ഇനി ഇങ്ങനെയൊക്കെ ഒരു ലോട്ടറി അടിച്ച് കിട്ടും ഇതുപോലൊരു ക്വസ്റ്റ്യൻ? വെരി റയർ, വെരി റയർ. മിസ്റ്റർ ആയുഷ്, ഏജ്ഡ് 50 years, എ റീറ്റെയിൽ ട്രേഡർ ഓഫ് പാറ്റ്ന, ഫർണിഷ് ഹിസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31 March 2025. അപ്പോൾ ഇയാളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് 8 ക്രെഡിറ്റ് സൈഡ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ആദ്യം നമ്മൾ നോക്കണം എന്താണ് ക്രെഡിറ്റ് സൈഡ്. ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ട PGBP ആണ് ക്വസ്റ്റ്യൻ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യം ക്രെഡിറ്റ് സൈഡ് നോക്കാം. സോ ഗ്രോസ് പ്രോഫിറ്റ് 8,20,000. ദെൻ ഡിവിഡൻഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി. ഇപ്പോൾ അത് ഇൻകം ഫ്രം അതർ സോഴ്സ് മാർക്ക് ചെയ്ത് നോക്കി ഏത് ഹെഡിൽ വരും? ഇൻകം ഫ്രം അതർ സോഴ്സ്. അഗ്രികൾച്ചറൽ ഇൻകം നെറ്റ് തന്നിട്ടുണ്ട്. അഗ്രികൾച്ചറൽ ഇൻകം എക്സംപ്റ്റ് ആണ്. ദെൻ വിന്നിംഗ് ഫ്രം ലോട്ടറി നെറ്റ് ഇൻകം ഫ്രം അതർ സോഴ്സ്. പക്ഷേ അതർ സോഴ്സിൽ എടുക്കുമ്പോൾ നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്തെടുക്കണം. 10,500 നമുക്ക് കിട്ടിയിരിക്കുന്നത്. TDS 4,500. സോ ഗ്രോസ് വരുമ്പോഴത്തേക്കും 15,000. ഇതാണ് നമ്മൾ അതർ സോഴ്സിലേക്ക് എടുക്കേണ്ടത്. ഇനി ഡെബിറ്റ് സൈഡിൽ റെന്റ് ആൻഡ് റേറ്റ് ഉണ്ട്, സാലറി ഉണ്ട്, ഇൻട്രസ്റ്റ് എയ്ഡ് ഉണ്ട്, ഇൻട്രസ്റ്റ് പെയ്ഡ് എന്നായിരിക്കും കേട്ടോ, ഇൻട്രസ്റ്റ് പെയ്ഡ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് ഉണ്ട്, ജനറൽ എക്സ്പെൻസ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. യെസ്. അഡീഷണൽ ഇൻഫർമേഷൻ നോക്കാം. റെന്റ് ആൻഡ് റേറ്റ്സ് ഇൻക്ലൂഡ് GST ലൈബിലിറ്റി. സ്റ്റഡി മെറ്റീരിയൽ സെയിം ക്വസ്റ്റൻ ഉണ്ട്. 5,600 പെയ്ഡ് ഓൺ 5th April. നമ്മുടെ ഈ വർഷം കഴിഞ്ഞിട്ടാണ് ഇത് പേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടാക്സ് ഡ്യൂട്ടി സെസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് 43B അട്രാക്ട് ചെയ്യുന്ന പേയ്മെൻറ്റുകളാണ്. സെക്ഷൻ 43B പറയുന്നത് എന്താണ്? ടാക്സ് ഡ്യൂട്ടി സെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി പേ ചെയ്താൽ മാത്രമേ ആ ഡിഡക്ഷൻ കിട്ടത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അത് ഡിസലവ് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റിലേക്ക് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. പക്ഷെ അത് പേ ചെയ്യാനുള്ള സമയം നമുക്ക് തന്നിട്ടുണ്ട്. ഏതുവരെ സമയമുണ്ട്? റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് വരെ നമുക്ക് സമയമുണ്ട്. റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 31 July അല്ലെങ്കിൽ 31 October ആണ്. ഓഡിറ്റ് ഉള്ളവർക്ക് 31 October, ഇല്ലാത്തവർക്ക് 30th July ആണ്.
31 ജൂലൈ ആണ്. ഇവിടെ ഇയാൾ 5th ഏപ്രിൽ തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, പേയ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. സോ 43B നോട്ട് ആപ്ലിക്കബിൾ. 43B അപ്ലൈ ആവൂ ഇല്ല. ക്ലാസ്സിൽ നമ്മൾ ഈ എക്സാമ്പിൾസ് നമ്മൾ ചെയ്തിട്ടുള്ള സംഭവം. സാലറി ഇൻക്ലൂഡ്സ് 12,000 പെയ്ഡ് ആസ് കമ്മീഷൻ ടു ബ്രദർ ഓഫ് മിസ്റ്റർ ആയുഷ്. സഹോദരന് കമ്മീഷൻ കൊടുത്തത് സാലറിക്കകത്ത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ദ കമ്മീഷൻ എമൗണ്ട് അറ്റ് ദ മാർക്കറ്റ് റേറ്റ് ഈസ് 10,000. 10,000 രൂപയെ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ 12,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സെക്ഷൻ 48(2) പ്രകാരം 2,000 rupees ഡിസലവ്, 2,000 രൂപ ഡിസലവ് ചെയ്യും. 2,000 രൂപ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. യെസ്, 2,000 ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. Administrative charges include 30,000 towards medical expenditure for employee due to fire accident in business premise. 30,000 രൂപ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ആയിട്ടുണ്ട് എംപ്ലോയിക്ക്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ട് അതൊരു ബിസിനസ് എക്സ്പെൻഡിച്ചർ തന്നെയാണ്. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാശ് ചിലവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബിസിനസ് എക്സ്പെൻഡിച്ചറാണ്, അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഈസ് അലൗഡ്, ദാറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് അലൗഡ്. General expenses include 1,500 being penalty paid to GST department for non-compliance of GST provision, and also include 2,500 being donation paid to charitable trust. ജനറൽ എക്സ്പെൻസസിനകത്ത് 20,200 രൂപയുണ്ട്. ഇതിനകത്ത് 2,500 രൂപ നമുക്ക് പെനാൽറ്റി അടച്ചതാണ്. സോ നോ ഡിഡക്ഷൻ, നോ ഡിഡക്ഷൻ ഫോർ പെനാൽറ്റി. അതേപോലെ തന്നെ നമ്മൾ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, ചാരിറ്റബിൾ ട്രസ്റ്റിന് നമ്മളൊരു 2,500 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്. യെസ്, സോ അതും നോ ഡിഡക്ഷൻ ഫോർ ഡൊണേഷൻ ടു ട്രസ്റ്റ്. അപ്പോൾ ഇവിടെ 4,000 രൂപ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. യെസ്, 4,000 rupees ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1/12,500 വാസ് ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് ഇൻഫർമേഷൻ. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന താഴെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓപ്പണിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദ പ്ലാന്റ് ആൻഡ് മെഷീനറി ബ്ലോക്കിൻ്റെ ഓപ്പണിംഗ് WDV 4,35,000. ന്യൂ പ്ലാന്റ് ഫോളിംഗ് അണ്ടർ ദ സെയിം ബ്ലോക്ക് ഡിപ്രീസിയേഷൻ 15% വാസ് ബ്രോട്ട് ഓൺ 1st July 2024 for ₹85,000. പുതിയൊരു മെഷീനറി പുതിയൊരു പ്ലാന്റ് നമ്മൾ മേടിച്ചു 1st ജൂലൈയിലാണ്, 85,000. വൺ ഓൾഡ് പ്ലാന്റ് വാസ് സോൾഡ് ഇൻ 10th October for 52,500. ഈ ഡീറ്റെയിൽസ് ആണ്. സോ ഓപ്പണിംഗ് WDV എത്രയുണ്ട്, 4,35,000. Additions, $85,000 less deletions 52,500. 435 plus 85 5,20,000 മൈനസ് 52,500 4,67,500. 4,67,500 15% ഡിപ്രീസിയേഷൻ ഇടേണ്ടത്. 70,125. സോ 70,125 ഷുഡ് ബി ദി ഡിപ്രീസിയേഷൻ. ഇവർ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? 1/12,500 ഇവർക്ക് വന്നത്. സോ 1/12,500 നമുക്ക് ഡിപ്രീസിയേഷനായിട്ട് അനുവദിക്കാൻ പറ്റുമോ? ഇവിടെ 1/12,500 ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. യെസ്, എന്നിട്ട് നമുക്ക് ഈ 70,125 നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പുതുതായിട്ട് മേടിച്ച പ്ലാന്റ് 180 ഡേയ്സിൽ കൂടുതൽ പുട്ട് യൂസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന 1st July 2024 ആണ്. സോ ഉറപ്പായിട്ടും ജൂലൈയിലല്ലേ മേടിച്ചു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസം 9 മാസത്തോളം നമ്മുടെ കയ്യിലുണ്ട്. സോ 270 ദിവസം അടുപ്പിച്ച് നമ്മുടെ കയ്യിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും അതിനെന്ത് ക്ലെയിം ചെയ്യാൻ പറ്റും, നമുക്ക് 100% ഡിപ്രീസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് 15% ക്ലെയിം ചെയ്യുക, അതിൻ്റെ പാതിയിലോട്ട് കുറയ്ക്കേണ്ട ആവശ്യം ഇല്ല. You are required to calculate income chargeable under the head profit and gains in the answer for the assessment, assuming Mr. Ayush exercised the option of shifting out of the new default tax. ഇത് എപ്പോഴും ക്വസ്റ്റനിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഓൾഡ് ടാക്സ് ആണോ ന്യൂ ടാക്സ് ആണോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവണം.
provided under section 115 BAC indicate clearly the reasons for the treatment of each item. Yes. നോക്കാം. നെറ്റ് പ്രോഫിറ്റ് 4,45,100. എക്സ്പെൻസസ് നോട്ട് അലൗബിൾ നമ്മൾ GST ലയബിലിറ്റി ഞാൻ പറഞ്ഞു 43B അപ്ലൈ ആവത്തില്ല. 48 to 2,000 അപ്ലൈ ആവും. മെഡിക്കൽ എക്സ്പെൻഡിച്ചർ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്പെൻഡിച്ചർ നമുക്ക് അനുവദിക്കും. 1,500 രൂപ GST പെനാൽറ്റി 37(1) പ്രകാരം ഡിസലവ് ചെയ്യപ്പെടും. ഡൊണേഷൻ ടു പബ്ലിക് ട്രസ്റ്റ് ഒരു ബിസിനസ് എക്സ്പെൻഡിച്ചർ അല്ല, അതും ഡിസലവ് ചെയ്യപ്പെടും. ഡിപ്രീസിയേഷൻ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് 1,12,500. ദെൻ നമ്മളിനി ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അതർ സോഴ്സിലേക്ക് വരുന്ന ഇൻകം 15,000 ആണ്. പിന്നെ അഗ്രികൾച്ചറൽ ഇൻകം, എക്സംഡ് ഇൻകം, ബിസിനസ് ഇൻകം അല്ല. വിന്നിംഗ് ഫ്രം ലോട്ടറി 10,500 നമ്മൾ എന്ത് ചെയ്തു, ഡിസലവ് ചെയ്തു. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 70,125. ഇതെല്ലാം കഴിഞ്ഞാൽ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ 2,82,975. PGBP പേടിക്കാതെ. PGBP എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും വിറയലാണ്. PGBP എന്തോ പിടിച്ച് കടിച്ചതുപോലെയാണ് ഓരോരുത്തരുടെ പെരുമാറ്റം. ഇത് ഇത്ര വലിയ സംഭവമാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. PGBP ഇത് ഒരു അത്യാവശ്യം ലോജിക്ക് അപ്ലൈ ചെയ്യാന്നുള്ള ഒരു കാര്യമേ ഈ ക്വസ്റ്റനിലുള്ളൂ. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ലോജിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. PGBP ഇത്ര എളുപ്പത്തിൽ ഇനി വരുമെന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് ഇനി അടുത്ത പരീക്ഷയെ പറ്റി എനിക്ക് ചെറിയ പേടിയുണ്ട് എന്തായിരിക്കും എന്നുള്ളത്. സത്യം പറയാം, ഞാനത് ക്ലാസ്സിലും കുട്ടികളോട് പറഞ്ഞ കാര്യം തന്നെ. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഇനി എഴുതാൻ പോണ പരീക്ഷ നിങ്ങൾക്ക് ഇത്രത്തോളം സിമ്പിളായി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത്യാവശ്യം PGBP ഒരു ആവറേജ് ക്വസ്റ്റ്യനാണ്, ആവറേജിലും താഴെയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾ നോക്കും. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. 40A, 43B, സെക്ഷൻ 40, 40A, 43B ഈ 3 സെക്ഷൻ പഠിക്കാതെ ഒരിക്കലും പരീക്ഷയ്ക്ക് പോകരുത്. കാരണം PGBP നമുക്ക് ഒരിക്കലും നമുക്ക് വരില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല. എല്ലാ തവണയും നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും തവണ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ സെക്ഷനിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഈ അഡ്ജസ്റ്റ്മെൻറ്റും തരാതെ നിങ്ങൾക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ഇടാനും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു തരത്തിലും നമുക്ക് പേടിക്കേണ്ടതായിട്ടൊന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ശരി, എനിവേ ദാറ്റ് വാസ് എ നൈസ് ക്വസ്റ്റ്യൻ. ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. കെയർലെസ്നെസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 7 മാർക്ക്, അങ്ങനെ 28 മാർക്ക് അതിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഡിപ്രീസിയേഷനൊക്കെ ഇത്രയും സിമ്പിളായിട്ട് എന്തോരം ക്വസ്റ്റ്യൻസാണ് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത്. ആ ബ്ലോക്ക് ഈ ബ്ലോക്ക് വാങ്ങുന്നു, 180 ഡേയ്സിൽ കൂടുതൽ ഉപയോഗിക്കുന്നു, താഴെ ഉപയോഗിക്കുന്നു, ബ്ലോക്കിൽ നിന്ന് സാധനങ്ങൾ വിൽക്കുന്നു, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നു, ക്യാപിറ്റൽ ലോസ് ഉണ്ടാകുന്നു. എന്തൊക്കെ ബഹളമായിരുന്നു. എന്നിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടില്ലേ. ആടാമാവനെ. അടുത്ത ക്വസ്റ്റ്യൻ 4. മിസ്റ്റർ ദേവേന്ദ്ര, a resident Indian aged 55 years held 10,000 shares of Pulse Limited, an Indian listed company, since 1st February 2021. Bought for 1,500 per share. On 1st May 2024, the company announced the right share issue in the ratio 1:1 for 1,200 per share. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണം ഇത് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇയാളുടെ കയ്യിൽ എത്ര ഷെയർ ഉണ്ടെന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് തെറ്റാതെ നമുക്ക് എഴുതാൻ പറ്റും. സോ തുടക്കത്തിൽ നമുക്ക് 10,000 ഷെയർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് മേടിച്ചിരിക്കുന്ന ഡേറ്റ് തന്നിട്ടുണ്ട് 1st February 2021. ലിസ്റ്റഡ് കമ്പനിയാണ്. ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ വിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ആപ്ലിക്കബിൾ ആവുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 112A ആണ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ശരി, മൊത്തം 10,000 ഷെയറാണ്. അതിനുശേഷം 1:1 റൈറ്റ് ഷെയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 10 10 20,000 ആയി. രണ്ടാമത് റൈറ്റ് ഷെയർ കൊടുത്ത് 1,200 പെർ ഷെയറിനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓൺ ദിസ് ഡേറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇറ്റ്സ് ഷെയർ was 1,900 per share. Mr. Devendra sold 5,000 right entitlement to Mr. റൈറ്റ് മൊത്തം വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അതിൽ കിട്ടിയ എന്തായാലും 10,000 റൈറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ 5,000 റൈറ്റ് 500 രൂപയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 500 പെർ റൈറ്റ് എൻറ്റൈറ്റിൽമെൻറ്റ് 12th May 2024 വിറ്റിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ റൈറ്റിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 0 ആണ്, നില്ലാണ്. അപ്പോൾ റൈറ്റ് വിറ്റ് കിട്ടിയ ഷെയർ, റൈറ്റ് വിറ്റ് കിട്ടിയ എമൗണ്ട്, അത് എത്ര റൈറ്റ് കിട്ടി, 500 ഇൻറ്റു ഒരു റൈറ്റിന് എത്ര രൂപ വെച്ചാണ്, 500 പെർ റൈറ്റ്. യെസ്, അല്ലേ, 25 lakh long term capital gain, short term capital gain. Mr. Devendra himself exercised his right for remaining share on 31st May 2024.
On the date of exercising this option, market price of the share was 2000 per share. ഓക്കെ, 2000 ആയിരുന്നു. അവന് എത്ര രൂപയ്ക്ക് മാർക്ക് അവന് എക്സസൈസിങ് ഓപ്ഷനായിട്ട് അയാളത് എക്സസൈസ് ചെയ്തു. അത് എത്ര രൂപയ്ക്കാണ്? 1200 പെർ ഷെയർ ആണ് അയാളത് എക്സസൈസ് ചെയ്തത്. Then on 12th December 2024, Mr. Devendra sold all 15,000 ഷെയർ. 15,000 ഷെയർ വന്ന് എങ്ങനെയാണ്? തുടക്കത്തിൽ ഒരു 10,000 ഉണ്ടായിരുന്നു, പിന്നൊരു 10,000 ഷെയർ റൈറ്റ് കിട്ടി, അതിൽ 5,000 ഷെയർ മേടിച്ചുള്ളൂ, ബാക്കി 5,000 ഷെയർ അവൻ വിട്ടോളൂ. ഇപ്പോൾ മൊത്തം 15,000 ഷെയറാണുള്ളത്. 2,500 രൂപയ്ക്ക് വിറ്റു. He invested for 4 crore in acquisition of a new residential house on 24th January 2025. Okay, long number 54F exemption. By utilizing the sale proceeds from the sale of shares as well as the right entitlement. Mr. Devendra does not own any other residential house on the date of purchase of this house. You are required to compute taxable capital gain for assessment year 25-26 in answer Mr. Devendra, assuming he opted for new default tax switch. Okay, under 150 BSc. Short-term capital gain and long-term capital gain should be calculated separately. Cost inflation index for various financial year തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സെയിൽ ഓഫ് ഒറിജിനൽ ഷെയർ, സെയിൽ 10,000 ഷെയർ നമുക്ക് എല്ലാം സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 10,000 ഷെയർ 2,500 രൂപ വെച്ച് വിറ്റപ്പോൾ എത്ര വന്നു? 2,50,00,000. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 10,000 ഷെയർ 1,500 രൂപ വെച്ച് ക്വസ്റ്റിന് തന്നെ തന്നിട്ടുണ്ട്, 1,50,00,000. അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1 കോടി രൂപ. എക്സംഷൻ അണ്ടർ സെക്ഷൻ 54(1) സിൻസ് എൻ്റയർ നെറ്റ് സെയിൽ കൺസിഡറേഷൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് 1 കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതിൻ്റെ നിൽ. ഇനി റൈറ്റ് ഷെയർ നമ്മൾ വിറ്റിരിക്കുകയാണ്. 5,000 ഷെയർ 2,500 രൂപ വെച്ചിട്ട് 1,25,00,000. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 5,000 ഷെയർ 1,200 രൂപ വെച്ച് 60,00,000. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വന്നിട്ട് 65,00,000. 54F എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നോ 54F. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടത്തില്ല. സെയിൽ ഓഫ് റൈറ്റ് എൻറ്റൈറ്റിൽമെൻറ്റ് മൊത്തം നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. റൈറ്റ് വിറ്റ് കിട്ടിയ വകയിൽ 25,00,000 രൂപ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്കില്ല. സോ എൻ്റയർ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 25 lakh. നോ, യെസ്, നോ 54F. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 54F ഇല്ലല്ലോ. സോ അതാണ് ആൻസർ. മറ്റൊരത്ഭുതം. അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിലെവിടെയാണ് പാട്? ഇതിലെവിടെയാണ് നമുക്ക് ഡിഫിക്കൽട്ട് ഉണ്ടാക്കുന്നത്? ശരി, സമ്മതിച്ചു തരാം, കുറച്ച് ഡിഫിക്കൽട്ടി ക്വസ്റ്റൻ ഉണ്ടാകും. എന്തുകൊണ്ടാണെന്ന് അറിയാം, നിങ്ങളെ തെറ്റിക്കാൻ തരത്തിലുള്ള 2 എക്സ്ട്രാ ഡേറ്റ ഇതിനകത്ത് തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത എക്സ്ട്രാ ഡേറ്റ നമുക്ക് ഇതിനകത്ത് തന്നു. അത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഇത് പാടായിരുന്നു എന്ന് പറയാം. എന്താണ് എക്സ്ട്രാ ഡേറ്റ? ഓൺ ദിസ് ഡേറ്റ് മാർക്കറ്റ് പ്രൈസ് വാസ് 1,900 per share. ഓക്കെ, നമുക്ക് ആവശ്യമില്ലാത്ത ഡേറ്റ ആയിരുന്നു. അതുപോലെ തന്നെ ഇയാൾ ഡേറ്റ് ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്ന ദിവസം മാർക്കറ്റ് പ്രൈസ് 2,000 per share. ഈ 2 കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ സംഭവിച്ചത്. അത് നമുക്ക് ആവശ്യമില്ലാത്ത ഡേറ്റ ക്വസ്റ്റ്യൻ വരും. ഒരു പരീക്ഷ ഹോളിലിരുന്ന് നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് പോകും. ശരി, ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ വിട്ടിരിക്കുന്നു. ഈ ഒരു പ്രശ്നം ഇല്ല. അത് പോട്ടെ, നമുക്ക് തെറ്റിപ്പോയി. യെസ്. പിന്നെ ഈ വരുന്ന ക്വസ്റ്റ്യൻ ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഒരു ഡ്രാഫ്റ്റിംഗ് കാണുമ്പോൾ തന്നെ ഒരുവിധപ്പെട്ട ആൾക്കാരുടെ ഉയിര് പോകും. എന്നാൽ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അത് പേടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇതിനകത്ത് എന്തെടുക്കണം? ചോയ്സ് എടുക്കണം. നിങ്ങൾക്ക് ചോയ്സ് എടുക്കാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. പക്ഷേ ഇൻകം ഫ്രം അതർ സോഴ്സും സാലറിയൊക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ ചോയ്സ് എടുക്കില്ല. ശരി, നമുക്ക് നോക്കാം. Mr. Sharath, a resident individual aged 51 years, provides the following transaction or income related to previous 24-25. Interest earned on central government security. Central government security in the interest കിട്ടിയിട്ടുണ്ട്. So income from other source. Then token money received on sale of house property. It was forfeited and negotiation cancelled. Okay, income from other source 1 lakh. Dividend from cooperative society 15,000. Income from other source. Lump sum amount withdrawn from unrecognized provident fund. നമ്മൾ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് പണം വിഡ്രോ ചെയ്യുമ്പോൾ അത് ടാക്സബിൾ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അക്യൂമുലേറ്റഡ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ 85,000, ഇത് വന്നിട്ട് സാലറി ഹെഡിലാണ് പോവുക. അക്യൂമുലേറ്റഡ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ നമ്മൾ തന്നെ ഇട്ട തുക തിരിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. അക്യൂമുലേറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ അഗെയിൻ ഇത് സാലറി ഹെഡിലാണ് പോവുക. അക്യൂമുലേറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഈസ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ലോട്ടറി ഇൻകം റിസീവ്ഡ് നെറ്റ് ആണ് തന്നിരിക്കുന്നത്. സോ ഗ്രോസ് അപ്പ് ചെയ്യണം. എങ്ങനെ ഗ്രോസ് അപ്പ് ചെയ്യണം? 35,000 ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഡിവൈഡ് ബൈ 70%. 30% TDS പിടിച്ചിട്ടാണ് കിട്ടുന്നത്. സോ 50,000 രൂപ. ദെൻ പർച്ചേസ് ഫ്രം മിസ്റ്റർ സോനു ഹിസ് ഫ്രണ്ട് ജ്വല്ലറി 50,000 രൂപ സോനുവിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഫെയർ മാർക്കറ്റ് വാല്യൂ 85,000 രൂപയാണ്. ഓക്കെ, സോ അപ്പോൾ അവന് 35,000 രൂപയുടെ ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ ഡയമണ്ട് മേടിച്ചിട്ടുണ്ട് 20,000. ഫെയർ മാർക്കറ്റ് വാല്യൂ 36,000. സോ 16,000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടി. സോ ഇത് ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ഡയമണ്ടും ജ്വല്ലറിയും മേടിച്ച വഴി 51,000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഗിഫ്റ്റഡ് ടാക്സബിൾ ഇൻകം ഫ്രം അതർ സോഴ്സ്. He has taken loan for investment in shares of cooperative society. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രം വിച്ച് ഹി ഏൺഡ് ഡിവിഡൻഡ്. ലോണിന് അവനൊരു ഇൻട്രസ്റ്റ് അടച്ചിട്ടുണ്ട് 2,500 രൂപ. അപ്പം ലോൺ എടുത്താണ് സൊസൈറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അവിടെ നിന്ന് അവന് ഡിവിഡൻഡ് കിട്ടുകയും ചെയ്തു. ലോണിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട് 2,500 രൂപ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഡിവിഡൻറ്റിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഡിവിഡൻറ്റിൻ്റെ 20% വരെ മാക്സിമം കുറയ്ക്കാൻ പറ്റും. ഇവിടെ ഡിവിഡൻറ്റിൻ്റെ 20% എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് 3,000 രൂപയാണ്. പക്ഷെ അതിലും താഴെയുള്ള ഇൻട്രസ്റ്റ്. സോ അതുകൊണ്ട് നമുക്കിവിടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഫുൾ 2,500 രൂപ നിങ്ങൾ കുറച്ചു, കുഴപ്പമില്ല. കമ്പ്യൂട്ട് ഇൻകം ഓഫ് മിസ്റ്റർ ശരത് ചാർജബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അതർ സോഴ്സ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. For assessment year 25-26, assuming that he exercised the option of shifting out of the new default tax regime under section 150. അതായത് ഓൾഡ് ടാക്സ് regime ആണ് പുള്ളി ചൂസ് ചെയ്തിരിക്കുന്നത്. യെസ്, ഇതാ നോക്കിയ ആൻസർ. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി 50,000. ടോക്കൺ മണി റിസീവ്ഡ് 1,00,000. ഡിവിഡൻഡ് 15,000. 2,500 കുറച്ച് 12,500 കണ്ടു. വിത്തിൻ ദ ലിമിറ്റ് ഓഫ് 20% ഓഫ് ഇൻകം. ലോട്ടറി ഇൻകം ഗ്രോസ് അപ്പ് ചെയ്ത് 50,000 എടുത്തിട്ടുണ്ട്. എംപ്ലോയി കോൺട്രിബ്യൂഷൻ്റെ ഇൻട്രസ്റ്റ് 20,000 എടുത്തു. എംപ്ലോയി കോൺട്രിബ്യൂഷൻ വിഡ്രോ ചെയ്ത് എടുത്തിട്ടില്ല, നോട്ട് ടാക്സബിൾ. ദെൻ ഇൻട്രസ്റ്റ് അൺറെക്കഗ്നൈസ്ഡ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി, ഹെൻസ് നോട്ട് കൺസിഡേർഡ്. അതുപോലെ തന്നെ ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി നോട്ട് കൺസിഡേർഡ്. മറ്റത് 51,000 രൂപ നമ്മൾ എടുക്കുകയും ചെയ്യും. 2,83,500. ഇതും ഞാനൊന്നും പറയുന്നില്ല. യെസ്, അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. മിസ്റ്റർ സദാനന്ദ്, എ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഏജ്ഡ് 54 years gives you the following particulars about his income for previous year 24-25. എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇൻകം ഫ്രം സാലറി വരുമാനം തന്നിട്ടുണ്ട് 8 ലക്ഷം. നെറ്റ് ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി 1,70,000. ഇൻകം ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ് 4.5 ലക്ഷം. ബിഫോർ പ്രൊവൈഡിങ് 65,000 ഫോർ ഡിപ്രീസിയേഷൻ ആസ് പെർ ഇൻകം ടാക്സ് റൂൾ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡിപ്രീസിയേഷൻ ഇട്ടോണം. യെസ്, 4.5 ലക്ഷം രൂപയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കാനൊരു വയ്യ എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൊടുക്കണം. നമുക്ക് വേറെ കുഴപ്പമില്ല, നമ്മൾ കാൽക്കുലേറ്റർ കയറിലേ പോയിട്ടുള്ളത്. യെസ്, പാവപ്പെട്ടവൻ. യെസ്, 3,85,000. ദെൻ ഇൻകം ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ്. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിന് ഇൻകം ഉണ്ട് 2,60,000. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ് 3 ലക്ഷം ഉണ്ട്. ലോസ് ഓൺ മെയിൻ്റനൻസ് ഓഫ് റീസോഴ്സ് 56,000. കെയർഫുൾ. ഈ ലോസ് നമുക്ക് ഹോഴ്സ് റൈസിൽ നിന്നുള്ള ഇൻകവുമായി മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പറ്റില്ല എന്നുണ്ടെങ്കിൽ ഹോഴ്സ് റൈസിൽ നിന്നുള്ള ഇൻകം ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാരി ഫോർവേഡ് 4 വർഷത്തേക്ക്. ലോസ് ഓൺ ഗാംബ്ലിംഗ് തൊടുകയേ വേണ്ട, വെട്ടിക്കളഞ്ഞോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ലോസ് ഓൺ ഗാംബ്ലിംഗ്. ദെൻ ഹി ഹാസ് ദി ഫോളോയിങ് ലോസസ് ബ്രോട്ട് ഫോർവേഡ്. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ റിലേറ്റിംഗ് ടു അസസ്മെൻറ്റ് ഇയർ 15-16. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷന് സമയപരിധിയില്ല, എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാം. ലോസ് ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ് റിലേറ്റിംഗ് ടു അസസ്മെൻറ്റ് ഇയർ 21-22. ഇത് ഏത് അസസ്മെൻറ്റ് ഇയർ ആണ്? 24-25. സോ 3ാമത്തെ വർഷമല്ലേ ആയിട്ടുള്ളൂ. സോ 7,24,000. ഇത് നേരെ നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്? യെസ്, 2,60,000 നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്ജസ്റ്റ് ചെയ്യുന്നു. സോ അങ്ങനെ വരുമ്പോൾ 2,60,000 മൈനസ് 24,000 വരുമ്പോഴത്തേക്കും 2,36,000.
ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് റിലേറ്റിംഗ് ടു അസസ്മെൻറ്റ് 24-25 7500 രൂപയാണ്. നിങ്ങൾക്കത് എവിടെ അഡ്ജസ്റ്റ് ചെയ്യാം? യെസ്, യു കുഡ് അഡ്ജസ്റ്റ് എഗെയിൻസ്റ്റ് ദിസ് 3 lakh. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും 2,92,500 രൂപ വരും. യെസ്, 2,92,500 രൂപ. അതെ. കമ്പ്യൂട്ട് ഗ്രോസ് എന്നാണ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ സദാനന്ദ് ഫോർ അസസ്മെൻറ്റ് 24-25 അസ്യൂമിങ് he has opted for new default tax regime പ്രൊവൈഡ് അണ്ടർ സെക്ഷൻ 115 BAC. ഈ ന്യൂ ഡീഫോൾട്ട് ടാക്സ് റെജിം എന്ന വാക്ക് ഉപയോഗിക്കില്ല. ഒന്നുകിൽ ഡീഫോൾട്ട് ടാക്സ് റെജിം അല്ലെങ്കിൽ ന്യൂ ടാക്സ് റെജിം എന്തോട്ടെ. ഓൾസോ ലിസ്റ്റ് ഔട്ട് ദ ലോസ് ടു ബി ക്യാരി ഫോർവേഡ് ആൻഡ് സ്പെസിഫൈയിങ് ദി അസസ്മെൻറ്റ് ഇയർ അപ് ടു വിച്ച് സച്ച് ലോസ് ക്യാൻ ബി ക്യാരി ഫോർവേഡ്. ഇതാണ് ചോദ്യം. ഇവിടെ നമുക്ക് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ രണ്ട് ലോസ് വന്നു. ഇത് രണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ഉണ്ട്. ഈ 10,000 രൂപ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ അണ്ണനുണ്ടല്ലോ, ഏതാണ് ബിസിനസ് ഇൻകം, അവന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ശരി. ഇൻകം ഫ്രം സാലറി 8 ലക്ഷം ഉണ്ട്. നെറ്റ് ആനുവൽ വാല്യൂ 1,70,000 ആണ്. അപ്പോൾ നമുക്ക് 30% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സോ 1,19,000 വന്നു. ബിസിനസ് ഇൻകം നേരത്തെ കണ്ട് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ കുറച്ച് 3,85,000. അതിൽ നിന്ന് അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ കുറച്ച് 3,75,000 വന്നു. സ്പെക്കുലേറ്റീവ് ബിസിനസ് 2,60,000 24,000 കുറച്ച് 2,36,000 രൂപ. 3,07,500 കുറച്ച് 2,92,000. ടോട്ടൽ ഇൻകം 18,22,500. ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുക 56,000 രൂപ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആളുണ്ടല്ലോ, നമ്മൾ നേരെ സ്വർഗത്തിൽ പോകും. കാരണം എന്തോരോ ആൾക്കാരെ അയാൾ വിജയിക്കാൻ, ഗ്രൂപ്പ് പാസ്സായി പോകാൻ അയാൾ സഹായിച്ചിട്ടുണ്ട്. ആൾക്കാരുടെ ജീവിതം രക്ഷപ്പെടുത്തി കൊടുത്ത മനുഷ്യനാണ് ഇയാൾ. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഡയറക്റ്റ് സ്വർഗത്തിലാണ്. എന്നിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടും അവിടെ കൊണ്ട് കെയർലെസ്നെസ് കാണിച്ച് തോറ്റുപോയ നിന്നെയൊക്കെ എവിടെ കൊണ്ട് തള്ളണം? ആലോചിക്കും. ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഇനി കിട്ടട്ടെ. നമ്മുടെ ലോകത്ത് നടക്കാത്തതായിട്ടൊന്നുമില്ല. കിട്ടാൻ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ, പ്രാർത്ഥിക്കാം. പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും ഇതുപോലെ സിമ്പിളായിട്ട് വരുന്ന ഒരു പരീക്ഷ, അതും ഡയറക്റ്റ് ടാക്സിൽ നിന്ന്. ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ ഓക്കെ, നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിനെ എന്ത് ചെയ്യാണ്, ബേസ് ചെയ്ത് പഠിക്കണം. ഇൻഡയറക്റ്റ് ടാക്സിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ക്വസ്റ്റ്യൻ തുടങ്ങിയിട്ടില്ല. ഡയറക്റ്റ് ടാക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ടാക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 20-25 മാർക്ക് നിങ്ങൾ മേടിച്ചാൽ തന്നെ നമ്മൾ ജയിച്ച് പോകും എന്നുള്ള പ്ലാനിങ് ആണ്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 35 മാർക്കിന് മേളിൽ നമുക്ക് അപ്പം തന്നെ ഡയറക്റ്റ് ടാക്സിലായെങ്കിൽ എന്താണ് മാർക്ക്? സോ അതാണ് എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയതും. മാർക്ക് ഓക്കെ, ഒരുപാട് ആൾക്കാർക്ക് നല്ല മാർക്കുണ്ട്. ഐ എം സോ ഹാപ്പി. നല്ല മാർക്കുണ്ട് ആൾക്കാർക്ക്. പക്ഷെ എന്നാലും ഇത് പലർക്കും കെയർലെസ്നെസ് കാരണം നഷ്ടപ്പെടുത്തിപ്പോയി. അതാണ് എനിക്ക് കുറച്ച് ഹാപ്പനിങ് ആയിപ്പോയി. ശരി, ഞാൻ പഠിപ്പിച്ച ആളാണെന്നുണ്ടെങ്കിൽ, ഞാൻ പഠിപ്പിക്കാത്ത ആൾ, എല്ലാവരുടെ കാര്യത്തിൽ ഞാൻ ഒരുപോലെ തന്നെ പറയുന്നതാണ്, കെയർലെസ്നെസ്സിന് നമുക്ക് ഒരു തരത്തിലും ക്ഷമിക്കാൻ കഴിയില്ല. സോ വളരെ ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക. അത് കെയർലെസ്നെസ് ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ മാക്സിമം വർക്കൗട്ട് ചെയ്തേ പറ്റും. നമുക്ക് IIIൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് 1000-ലധികം ക്വസ്റ്റ്യൻസ് ആണ് തന്നത്. 1000-ലധികം ക്വസ്റ്റ്യൻസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും കെയർലെസ്നെസ് വരാൻ പാടില്ല. കാരണം അത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. Then Mr. Rajesh, a resident individual aged 45 years, furnishes the following particulars of his income for previous 24-25. Income from garment business. So business income ആണ് 10,80,000. Short term capital gain on transfer of shares on which STT is paid as on 1st December 2024. 111A 1st December അപ്പോൾ 20% ടാക്സ് വരുന്നത്. 1,40,000. In the year 23-24, he had gifted 1 lakh to his son who was aged 10 years. In the same year, the gifted amount was deposited in PQR Company Limited, the company paying interest 12% per annum. 12,000. Yes. Then he made the following payment by check. Life insurance premium for his life 24,000, 10% sum assured. Contribution towards Prime Minister National Relief Fund. ഇത് 80C, ഇത് 80G.
You are required to calculate total taxable income and tax liability of Mr. Rajesh for assessment 25 under new default tax regime under section 115 BSC. ന്യൂ റെജീം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും കിട്ടത്തില്ല, ഇതും കിട്ടത്തില്ല. ഈ രണ്ട് ഡിഡക്ഷനും നമുക്ക് എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. പിന്നെ 10 വയസ്സുള്ള മകൻ എന്ന് പറഞ്ഞാൽ മൈനർ ചൈൽഡാണ്. മൈനറിന് കിട്ടുന്ന ഇൻകം പാരൻറ്റിലേക്ക് ക്ലബ് ചെയ്യണം. 1500 ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണം 1032. പക്ഷെ അത് 1500 അതും കിട്ടത്തില്ല, കാരണം ന്യൂ ടാക്സ് റെജീമാണ്. സോ 12,000 രൂപ നേരെ അവൻ്റെ ഇൻകത്തിലേക്ക് എന്ത് ചെയ്യുക, ക്ലബ് ചെയ്യുക. 1500 രൂപ കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. യെസ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ഓപ്ഷണൽ ടാക്സ് റെജീം 2 രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം, ടാക്സും കമ്പ്യൂട്ട് ചെയ്യണം. ആദ്യം ഓപ്ഷണൽ ടാക്സ് റെജീം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇൻകം ഫ്രം ബിസിനസ് 10,50,000 രൂപ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1,40,40,000. മറ്റേ 12,000 രൂപ ഓപ്ഷണൽ ടാക്സ് റെജീം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1,500 രൂപ കുറയ്ക്കാം. സോ 10,500 രൂപ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഡിഡക്ഷൻ നമുക്ക് 24,000 രൂപ LIC കുറയ്ക്കാം, 50,000 രൂപ പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ട് കുറയ്ക്കാം. അങ്ങനെ മൊത്തം എത്ര വരുന്നുണ്ട്, 11,56,500. സോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് വന്നിട്ട് 20% ഓൺ 1,20,000 വന്നിട്ട് 28,000 രൂപ. റിമൈനിങ് ടാക്സബിൾ ഇൻകം 10,16,500 ആണ്. അതിൽ 10 ലക്ഷം വരെയുള്ള ആദ്യത്തെ ഫസ്റ്റ് 5 ലാഖിൻ്റെത് 12,500, നെക്സ്റ്റ് 5 ലാഖിൻ്റെത് 1 ലാഖ്, ബാലൻസ് വന്നിട്ട് 4,950. സോ 1,17,450 ആണ് വരിക. പിന്നെ അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും എല്ലാം കൂടി ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും 1,51,268 റൗണ്ടഡ് ഓഫ് ടു 1,51,270. യെസ്. ഇനി മറ്റേതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 10,80,000, 1,40,40,000. ഇവിടെ 12,000 തന്നെ എടുക്കേണ്ടി വരും. 10,500 കണ്ടോ, വ്യത്യാസം കണ്ടല്ലോ, 1,500 രൂപയുടെ വ്യത്യാസമാണ് അവിടെ വന്നിരിക്കുന്നത്. ദെൻ പിന്നീട് ഡിഡക്ഷൻ രണ്ടും നമുക്ക് കിട്ടത്തില്ല. സോ ഇൻകം എത്ര തന്നെയാണ്, 12,32,000. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിലൊന്നും വ്യത്യാസമില്ല. 28,000 നിങ്ങൾക്ക് വന്നത് മനസ്സിലായ. 20% ആണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 23rd ജൂലൈ. സോ ആഫ്റ്റർ 23rd ജൂലൈ 2024 ശേഷം നടന്ന സെയിൽ ആയതുകൊണ്ടാണ് 20%, അല്ലെങ്കിൽ 15% ടാക്സ് വരേണ്ടത്. 28,000 രൂപ. ദെൻ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആദ്യത്തെ 7 ലക്ഷത്തിന് 20,000 രൂപ, അടുത്ത 3 ലക്ഷത്തിന് 10% 30,000, ബാലൻസിന് 15% 13,800. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ടാക്സ് 91,800. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 3,672. സോ അല്ല 63,800. സോ മൊത്തം 28 + 63,800 91,800, 3,672, 95, 472. In the instant case, tax liability under default tax regime under section 150 BAC is lower, hence it is advisable to opt 150. നിങ്ങളോട് അഡ്വൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്. ഓൾസോ അഡ്വൈസ് മിസ്റ്റർ രാജേഷ് വിച്ച് സ്കീം ഈസ് ബെനിഫിഷ്യൽ ഫോർ ഹിം. അതുകൂടി എഴുതിയാലേ 7 മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. 7 മാർക്ക്. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ഈ പറഞ്ഞതുപോലെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ആൻഡ് എക്സ്പെക്റ്റ് ഒരു ഹാർഡർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിച്ചുകൂടുക. എന്നിട്ട് നിങ്ങളത് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ, യെസ്, ലക്ക് നമ്മളെ ഫേവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈസി ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വരും. ഓക്കെ. പിന്നെ IDT തുടങ്ങാൻ പോവാണ്. ഭയങ്കര ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ടാക്സസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് എനി 7 ഡിഫറൻസസ് ബിറ്റ്വീൻ. ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിനകത്ത് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനകത്ത് ഞാൻ അന്ന് പറഞ്ഞു എല്ലാ തവണയും ഇത് ഇപ്പോഴും CMA ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തിനാണ് ഈ ഒരു ചോദ്യം ഇങ്ങനെ തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു. ചോദിച്ചോട്ടെ, കുഴപ്പമില്ല, നിർത്താതിരിക്കട്ടെ. ഇതൊന്നും ചോദിച്ച് നിർത്താതിരിക്കട്ടെ. നമ്മൾ പഠിക്കുന്ന പിള്ളേർക്ക് നല്ല മാർക്ക് മേടിക്കുക എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ നമ്മൾ ഒരു പ്രൊഫഷണൽ എക്സാമിനേഷൻ ആകുമ്പോൾ
കുറേ കൂടി സ്റ്റാൻഡേർഡൈസ് ആവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇൻഡസ്ട്രി ആഗ്രഹിക്കുന്നത്, രാജ്യം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയിരിക്കില്ലേ? അത്രയും ക്വാളിറ്റി ഉള്ള ആൾക്കാർ കടന്നു വരണമെന്നില്ല. പക്ഷേ ഇപ്പോഴും ഇതുപോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ഇട്ട് തരാം. പിള്ളേർക്ക് എളുപ്പമാകും പരീക്ഷ, അവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്. 7 വ്യത്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്ന് ഡയറക്റ്റ് ടാക്സിന് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ നമ്മൾ പല ആവർത്തി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. വായിച്ചു നോക്കാം. ലിസ്റ്റ് ഔട്ട് എനി 7 പോയിന്റ്സ് ഓൺ വിച്ച്, നല്ലൊരു ചോദ്യം, എനി 7 പോയിന്റ് ഓൺ വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കൗൺസിൽ ക്യാൻ മേക്ക് റെക്കമെൻഡേഷൻ ടു ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ 101st അമെൻമെൻറ്റ് ആക്ട്. ഈ 101st 2016 ആണ്. യെസ്, 2016. എന്തൊക്കെ കാര്യങ്ങളിലാണ് GST കൗൺസിലിന് നിർദ്ദേശം കൊടുക്കാൻ പറ്റുക? നമ്മുടെ ആദ്യത്തെ ആ ഒരു ബേസിക്സിൻ്റെ ചാപ്റ്ററിനകത്ത് ഞാൻ ഈ പോയിന്റുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ടാക്സുകളാണ് GST വരുന്നതിന് മുന്നേ രാജ്യത്ത് നിലനിന്നിരുന്ന ഏതൊക്കെ ടാക്സുകളാണ് GST വരുമ്പോൾ വഴിമാറി കൊടുക്കേണ്ടത്? വാട്ട് ആർ ദി ടാക്സസ് ടു ബി സബ്സ്യൂംഡ് ഇൻ ടു GST? ദെൻ ഏതൊക്കെ ഗുഡ്സുകൾക്കും ഏതൊക്കെ സർവീസസിനുമാണ് എക്സംഷൻ കൊടുക്കേണ്ടത്? യെസ്. ദെൻ നമ്മുടെ രാജ്യത്ത് അഡോപ്റ്റ് ചെയ്യേണ്ട മോഡൽ GST നിയമത്തിൻ്റെ രൂപമെന്ത്, എങ്ങനെയുള്ള ഏത് മോഡലിലുള്ള GST ആണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കേണ്ടത്? ഡുവൽ GST സിസ്റ്റം, ഡുവൽ GST, ഡുവൽ ടാക്സ് മോഡൽ, ഇതാണ് നമ്മൾ GST മോഡൽ, ഇതാണ് നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്നത്. ഡുവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചേർന്ന് നടപ്പിലാക്കുന്ന ടാക്സേഷൻ സിസ്റ്റം ആയതുകൊണ്ടാണ് അതിനെ ഡുവൽ GST മോഡൽ എന്ന് പറയുന്നത്. പിന്നെ ത്രഷോൾഡ് ലിമിറ്റിനെ പറ്റി, ഒരു കച്ചവടക്കാരന് എത്ര രൂപയ്ക്ക് മേളിൽ പോകുമ്പോഴാണ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യേണ്ടത്, ആ ത്രഷോൾഡ് ടേൺ ഓവർ ലിമിറ്റ് ഫിക്സ് ചെയ്യേണ്ട ഉത്തരവാദിത്വം റൈറ്റും GST കൗൺസിലിനാണ്. ഏതൊക്കെ പ്രോഡക്റ്റുകൾക്ക് എത്ര ശതമാനം റേറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്? ദെൻ ഇനി സ്പെഷ്യൽ റേറ്റുകളുണ്ടെങ്കിൽ അതിനെപ്പറ്റി, പിന്നെ സ്പെഷ്യൽ സംസ്ഥാനങ്ങളായ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുകളിൽ ആപ്ലിക്കബിൾ ആകേണ്ട GST നിയമത്തിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പക്ക തിയറി ക്വസ്റ്റ്യൻ. Yes, examine with a brief reason which person is liable to pay GST in the following independent cases related to the month of November where supplier and recipient both are located in taxable territory. അപ്പോൾ ഇതാരാണ് ടാക്സ് പേ ചെയ്യേണ്ടത്? റെസിപ്പിയൻ്റ് ആണോ സപ്ലയർ ആണോ? രാമൻ, എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, റിസീവ്ഡ് സർവീസസ് ഇൻ റെസ്പെക്ട് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ബൈ റോഡ് ഫ്രം Dhara Transport, an unregistered goods transportation agency for which he paid 55,000. RCM. അതായത് ഒരു ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി 7 ടൈപ്പ് ആൾക്കാർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്താൽ RCM വരുമ്പോൾ നമുക്കറിയാം ആർക്കൊക്കെയാണ്. 1, ഫാക്ടറി, രജിസ്റ്റേർഡ് സൊസൈറ്റി, രജിസ്റ്റേർഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ബോഡി കോർപ്പറേറ്റ്, AOP അസോസിയേഷൻ ഇൻക്ലൂഡിങ് AOP, അല്ല പാർട്ണർഷിപ്പ് ഫേം ഇൻക്ലൂഡിങ് AOP, അതുപോലെ തന്നെ GST രജിസ്റ്റേർഡ് ഡീലർ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. സോ ഇവിടെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ് സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ RCM ആണ്. സോ അങ്ങനെ വരുമ്പോൾ രാമൻ ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ടാക്സ് പേ ചെയ്യേണ്ടത്. മിനിസ്ട്രി ഓഫ് റെയിൽവേസ് രജിസ്റ്റേർഡ് അണ്ടർ GST ഹാസ് ഗിവൺ ഷോപ്പ് ഓൺ റെൻറ്റ് ടു മിസ്റ്റർ സഞ്ജയ്, രജിസ്റ്റേർഡ് അണ്ടർ GST ഫോർ എ മന്ത്ലി റെൻറ്റ് ഓഫ് 25,000 rupees. സോ ഇവിടെ നമുക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സോ ഇവിടെ ഇതാ നോക്കിയേ, ഗവൺമെൻറ് റെൻറ്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫോർവേഡ് ചാർജ് മെക്കാനിസം വരുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ RCM ആയിരിക്കും ആപ്ലിക്കബിൾ ആവുക. Then Abhay Traders, a proprietary ship firm registered under GST, hired a security guard from ABC Private Limited for 20,000 per month. അവിടെ നമുക്ക് RCM ആയിരിക്കും ആപ്ലിക്കബിൾ ആവുക. സോ അങ്ങനെ വരുമ്പോൾ അബൈ ട്രേഡേഴ്സിനായിരിക്കും എന്ത് വരുന്നത്? യെസ്, അല്ല അതാണ് സെക്യൂരിറ്റി സർവീസ് പ്രൊവൈഡ് ബൈ എനി പേഴ്സൺ അതർ ദാൻ ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ, ശരിയാണ്, അതർ ദാൻ ബോഡി കോർപ്പറേറ്റ് ആണെങ്കിലാണ് അവിടെ RCM വരിക. അപ്പോൾ ഇവിടെ RCM വരില്ല. അപ്പോൾ ഇവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആരാണ്? ABC പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ഫോർവേഡ് ചാർജ് മെക്കാനിസം ആയിരിക്കും ആപ്ലിക്കബിൾ ആവുക. Then Sambhav Shopi, registered under GST in the state of Punjab, enters into a contract for supply of television worth 5 lakhs with Prayas Traders on 10th October 2024.
സോ 5 ലക്ഷം രൂപയുടെ ടെലിവിഷൻ സപ്ലൈ ചെയ്യണം എന്ന് കരാറിൽ ഏർപ്പെട്ടു. ആരാണ്? സംഭവ് ഷോപ്പി, രജിസ്റ്റേർഡ് അണ്ടർ GST ഇൻ ദ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. പ്രയാസ് ട്രേഡർ. On 15th October 2024, such goods are removed from the godown of Sambhav Shopee for delivery to Prayas Traders. Invoice issued on the date was 16th October. അപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടിയിരുന്ന ഡേറ്റ് ഏതായിരുന്നു? 15th October ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. So date on which invoice is issued, date on which invoice is required to be issued. So time of supply വരുമ്പോഴത്തേക്കും 15/10/2024. As per the terms of the contract, payment against such supply to be made within 1 month from the date of invoice, beyond which a late fee of 5,000 will have to be paid by Prayas Trader. Prayas Trader makes a payment of 5 lakh along with a late fee of 30th November 2024. അപ്പോൾ ഈ ലേറ്റ് ഫീയെ സംബന്ധിച്ച് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് 12/6 ആണ്. Determine the time of supply for the purpose of payment of tax in respect of entire amount as per the provisions of GST law. സോ ഈ 5,000ൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്കും വരുന്നത് 30th November 2024 ആയിരിക്കും. So it in supply. Time of supply in respect to 5,000. Time of supply to the extent addition in the value by way late fee of penalty shall be the date on which supplier receives such additional value. Here, ഇവിടെ ക്വസ്റ്റൻ ഇവിടെ 3 വേണ്ട കിട്ടിയിരിക്കുന്നത്. സോ 30th November ആണ്. 7 മാർക്കിൻ്റെ. ലിസ്റ്റ് ഔട്ട് ദ ഡീറ്റെയിൽസ് റിക്വയർഡ് ടു ബി ഗിവൻ ഇൻ GSTR 1(1)A. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ എടുത്ത് പോകാവുന്നൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നില്ല അത് നിങ്ങൾ അതിൽ ചെയ്യണമെന്നുള്ളത്. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിടാം. ഞാൻ നിങ്ങൾക്ക് 1 തിയറി ക്വസ്റ്റ്യനാണ്. 1ലും 1Aയിലും നിങ്ങൾക്ക് ഇത് തിയറി എടുക്കാണ്ട് ഇതിനകത്ത് തിയറി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അതിനകത്ത്. പിന്നെ ഇത് കുറേ കൂടി ഒരു പ്രാക്ടിക്കൽ നോളജിലൂടെ മാത്രം നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം അത് അത്തരം ചോദ്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് നമ്മുടെ ലോട്ടറി എന്താണ്? കസ്റ്റംസ്. The Binny Limited, an importer, has imported a car by ship from Germany at FOB cost of €14,000. Other details: freight from port in Germany to Indian port €800. ഇത് ലാസ്റ്റത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇൻഷുറൻസ് വാസ് പെയ്ഡ് ടു ഇൻഷുറർ ഇൻ ഇന്ത്യ. ഇത് നമ്മൾ ലാസ്റ്റത്തേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ചാർജസ് പെയ്ഡ് ടു എ കൺസൾട്ടൻസി ഫേം ഇൻ ജർമ്മനി. ഇതൊക്കെ എത്രയോ തവണ ചെയ്തു ആഡ് ചെയ്യണം. ഡെമറേജ് ചാർജസ് പെയ്ഡ് ടു പോർട്ട് അതോറിറ്റി നമ്മൾ എടുക്കാൻ പാടില്ല. യെസ്. ഡെവലപ്മെൻറ്റ് വർക്ക് ഡൺ ഓൺ ദ കാർ ഇൻ ഇന്ത്യ എടുക്കാൻ പാടില്ല. കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കാർ ഫ്രം ദ പോർട്ട് ടു ദ ഓഫീസ് ഓഫ് ബിന്നി ലിമിറ്റഡ് എടുക്കാൻ പാടില്ല. കമ്മീഷൻ നോട്ട് ബൈയിങ് കമ്മീഷൻ പേ ടു ഏജൻറ്റ് ഓഫ് ജർമ്മൻ എക്സ്പോർട്ടർ അത് എടുക്കണം. ദെൻ റേറ്റ് RBIയുടെ €1 എടുക്കാൻ പാടില്ല. CBICയുടെ €1 120 ആണ് എടുക്കേണ്ടത്. എക്സ്ചേഞ്ച് റേറ്റ് 125 എടുക്കാൻ പാടില്ല. എന്തോരം ക്വസ്റ്റ്യനാണ് ചെയ്തിട്ടുള്ളത്? 15 16 20 അതിന് പുറമേ ഒരു 10-20 ക്വസ്റ്റ്യൻ 10-30 ക്വസ്റ്റ്യൻ്റെ മേളിൽ നമ്മൾ കസ്റ്റംസിൻ്റെ ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന. യെസ്. FOB വാല്യൂ എത്രയുണ്ട്? 14,000. ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ചാർജ് 1,500 എടുക്കണം. ഫ്രൈറ്റ് ഡെമറേജ് ചാർജ് നമ്മൾ ഇവിടെ അല്ല നമ്മൾ എടുക്കേണ്ടത്. ആദ്യം നമ്മൾ കസ്റ്റംസ് FOBയിലേക്ക്. ഇവിടെ ആൻസർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കസ്റ്റംസ് FOBയിലേക്ക് എത്തുക. കസ്റ്റംസ് FOBയിൽ എത്തിയിട്ട് വേണം നമ്മൾ ഏത് ആഡ് ചെയ്യാനായിട്ട്? ഫ്രൈറ്റ് ആഡ് ചെയ്യാൻ. ദെൻ അതിന് ശേഷം ഇൻഷുറൻസ് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. പിന്നെ കമ്മീഷൻ ഇവിടെ ഉണ്ട്. കമ്മീഷൻ ഇവിടെ നമ്മൾ ആദ്യമാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ആൻസർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി തെറ്റാണ്. ഫ്രൈറ്റ് നമ്മൾ തിരിച്ച് ഇവിടെയും വരണം. മാറി. കമ്മീഷൻ്റെ സ്ഥാനത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഫ്രൈറ്റും, ഫ്രൈറ്റിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കമ്മീഷനാണ്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോളം മാറിപ്പോയതാണ്. പിന്നെ ഇന്ത്യൻ പോർട്ടിലേക്ക് നമുക്ക് ഇവിടെ നിന്നുള്ളത് ആഡ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മളത് ഓൾറെഡി പറഞ്ഞു. ഡെവലപ്മെൻറ്റ് ചാർജ് ആഡ് ചെയ്യാൻ പാടില്ല. സോ അസസബിൾ വാല്യൂ വന്ന് 20,47,000 rupees. ഇത്തവണ നമുക്ക് ഒരുപക്ഷെ ഇതിൻ്റെ മറ്റൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ലൈക്ക് നിങ്ങൾക്ക് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അതും നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, എങ്ങനെയാണ് കസ്റ്റംസ് ഡ്യൂട്ടി കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ഐ വാസ് വെരി ഹാപ്പി വിത്ത് ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ക്വസ്റ്റ്യൻ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ
നല്ല പ്രതീക്ഷയിലായിരുന്നു, നല്ല മാർക്കോടുകൂടി കുട്ടികൾ കഴിഞ്ഞു വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഇൻഫാക്റ്റ് അത് സംഭവിച്ചു. എങ്കിലും കുറേ ആൾക്കാർക്ക് മിസ്സായി പോയിട്ടുണ്ട് പല പല കാരണങ്ങളാൽ. പരീക്ഷ എഴുതാതെ പലരും കളഞ്ഞു, അതൊക്കെയാണ് നമുക്ക് കഷ്ടം തോന്നുന്നത്. പരീക്ഷ എഴുതാതിരുന്നു ചില ആൾക്കാർ, അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്ക് ഒരു ട്രൈ കൊടുക്കുക, പിന്നെ ഇറ്റ്സ് ഓൾ ഹാപ്പൻസ്. ഇതൊക്കെ നമ്മുടെ ഒരു യാത്രയുടെ ഭാഗം തന്നെയാണ്. അതിനങ്ങനെ എടുക്കുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടും നിങ്ങളുടെ ഒരു ടൈം ഒത്തു വരികയാണെങ്കിൽ വീണ്ടും സെയിം ക്വസ്റ്റ്യൻ പേപ്പർ, ഇതേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടാവുന്നുള്ളതേ ഉള്ളൂ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. കീപ് മൈ കോൺടാക്ട്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, ചോദിക്കുക. ഓക്കെ, വി വിൽ ഡിസ്കസ് ഇറ്റ്. ഓൾ ദി വെരി ബെസ്റ്റ്.